മാർക്സിസത്തിലേക്ക് ഒരു ഇന്ത്യൻ വഴി. ലോക്സഭാംഗം എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ഏറെ പ്രശസ്തനാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ്. ബഹുമാനപ്പെട്ട മന്ത്രി ഉടൻ തന്നെ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. എഴുത്തുകാരനും ചരിത്ര പണ്ഡിതനുമാണ് പ്രൊഫസർ E. രാജൻ. നിരവധി പഠന പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രശസ്ത തത്വചിന്തകനും സാമൂഹ്യ വിമർശകനുമാണ് ശ്രീ TV മധു. മാർക്സിസത്തിലേക്ക് ഒരു ഇന്ത്യൻ വഴി പാനൽ ചർച്ചയുടെ അധ്യക്ഷത വഹിക്കുന്നതിനായി പ്രൊഫസർ E. രാജനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എന്ന് പറയുമ്പോൾ മാർക്സിസത്തിന് അങ്ങനെ പല വഴികളുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. EMSൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ മാർക്സിസത്തിൻ്റെ നല്ല സോഷ്യലിസത്തിലേക്കുള്ള ഇന്ത്യൻ പാത എന്നാണ്. ആ പുസ്തകം വിശകലനം ചെയ്യുന്നത് 1964 പാർട്ടി സ്പ്ലിറ്റിന് കാരണമായിട്ടുള്ള സംഗതികളും ആ സംഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചർച്ച തന്നെയായിരുന്നു. മാർക്സിസത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാവുന്ന ആശയപരമായിട്ടുള്ള ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടി കോൺഗ്രസ്സുകളിൽ പല പാർട്ടി കോൺഗ്രസ്സുകളിലും ആവർത്തിച്ചുണ്ടാവുകയുണ്ടായി. അങ്ങനെ ഓരോ പാർട്ടി കോൺഗ്രസ്സിലും നടന്നിട്ടുള്ള CPI രണ്ടായതിനു ശേഷമുള്ള ഓരോ പാർട്ടി കോൺഗ്രസ്സിലും നടന്നിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, ആ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെയെല്ലാം കേന്ദ്ര ബിന്ദു ഇന്ത്യൻ മാർക്സിസ്റ്റുകൾ അനുവർത്തിച്ചു പോരേണ്ടുന്ന നയം എന്നതിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വേറെ സംസാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇന്ത്യൻ പാത രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ആശയപരമായിട്ട് തന്നെ വളരെ വ്യക്തത വന്ന ഒരു കാര്യമാണ്. കാരണം ഓരോ രാജ്യത്തും മാർക്സിസം ഓരോ രീതിയിലാണ് കെട്ടിപ്പടുത്തതും ഓരോ രീതിയിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയതും. ഇപ്പോൾ സോവിയറ്റ് റഷ്യയിലാണെങ്കിൽ, ചൈനയിലാണെങ്കിൽ, ക്യൂബയിലാണെങ്കിൽ ഓരോ രാജ്യത്തും ഇന്ന് നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെന്നോ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയെന്നോ പറയാവുന്ന സർക്കാരുകളും അതിൻ്റെ ഭരണകൂടവും പ്രവർത്തിക്കുന്നത് ഒരേ തരത്തിലല്ല. അത് സ്വാഭാവികവുമാണ് താനും. കാരണം വളരെ ചലനാത്മകവും വൈവിധ്യാത്മകവുമായ ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം എന്ന് നിങ്ങൾക്കറിയാം. അത് ഒരു ചലനരഹിതമായ അല്ലെങ്കിൽ ജഡമായ ഒരാശയ സംഹിതയല്ല. അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്നതും ചലനത്തിന് സമൂഹത്തെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നതുമായ നൈരന്തര്യമായ ഒരു പ്രവർത്തനത്തിൻ്റെ ആശയ സംഹിതയാണ് വാസ്തവത്തിൽ മാർക്സിസം. അതാണ് മാർക്സിൻ്റെ ഒറ്റവാചകത്തിൽ സൂത്രവാചകം എന്ന് പറയാവുന്ന ഒരു സൂത്രവാക്യം എന്ന് പറയാവുന്ന ഒറ്റ വാക്കിലൂടെ അല്ലെങ്കിൽ 2-3 വാക്കിലൂടെ പറഞ്ഞത്. മാറ്റമൊഴികെ ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്ന മാർക്സിയൻ സംജ്ഞ അല്ലെങ്കിൽ മാർക്സിയൻ സങ്കല്പം മാർക്സിസത്തിൻ്റെ അങ്ങേയറ്റം ചലനാത്മകമായ ആ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അത് ഏകശിലാമുഖമുള്ള ഒരു കടുംപിടുത്തത്തിൻ്റെ അല്ലെങ്കിൽ വരട്ട് തത്വവാദത്തിൽ നിന്നും മാർക്സിസത്തെ വ്യത്യസ്തമാക്കുന്നത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കാൻ തയ്യാറും മാറ്റിക്കൊണ്ടിരിക്കാൻ തയ്യാറുമായ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ്. ആ നിലക്ക് ഇന്ത്യയിലേക്ക് പിന്തുടരേണ്ടി വരുന്ന മാർഗം എന്ത്? ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർഗം മതിയാകുമോ? അതോ കൂടുതൽ സങ്കീർണവും അതേപോലെ തന്നെ സമൂഹത്തെ അങ്ങേയറ്റം ബാധിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഇപ്പോൾ നാം നിൽക്കുന്നിടത്ത് നിന്നും കുറേ കൂടെ അർത്ഥതലവും കുറേ കൂടെ അർത്ഥവ്യാപ്തിയും അതേപോലെ തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നതുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെല്ലാം പുതിയ നൂതന മാർഗങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് വാസ്തവത്തിൽ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല.
ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ആ ചർച്ചയിൽ ആദ്യമായി സംസാരിക്കാൻ ഞാൻ സഖാവ് പന്ത്യം ക്ഷണിക്കുന്നു. ആണോ? പന്ത്യം പിന്നീട് സംസാരിക്കാമെന്നാണ് പറയണത്. ഞാൻ ടി വി മധുവിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ഒരു സംവാദം തുടങ്ങി വെക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇടപെട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ഈ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ തലക്കെട്ടിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്സിസത്തിലേക്കുള്ള ഒരു ഇന്ത്യൻ വഴി എന്നുള്ളത് അതിലൊരു പ്രത്യേക കാഴ്ചപ്പാട് ഒരു പക്ഷേ ആ തലക്കെട്ടിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു അനൗചിത്യവും ഒരു പക്ഷേ ആ തലക്കെട്ടിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ചില പ്രശ്നങ്ങൾ ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, മാർക്സിസത്തിലേക്കുള്ള ഒരു ഇന്ത്യൻ വഴി എന്ന് പറയുമ്പോൾ മാർക്സിസത്തെ ഒരു സാർവലൗകികമായ ഒരു സിദ്ധാന്ത മാതൃകയായിട്ട് കാണുകയും വഴികൾ മുഴുവൻ തദ്ദേശീയമായ പ്രയോഗങ്ങളായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു പ്രശ്നം അതിലുണ്ട്. ഞാനതിനെ അനൗചിത്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ, എങ്കിൽ പോലും അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിലെ ആ കാഴ്ചപ്പാടിൽ. മാർക്സിസം എന്ന് പറയുന്നത് സാർവലൗകികം സാർവദേശീയമായ ഒരു സിദ്ധാന്ത മാതൃകയാണ്. അതിലേക്കുള്ള തദ്ദേശീയമായ പല വഴികളുണ്ട്. അതിൽ ഇന്ത്യൻ വഴി എന്തായിരിക്കും എന്നുള്ളത് അന്വേഷിക്കുന്നത് ചിലപ്പോൾ പ്രധാനമായിരിക്കും. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് മാർക്സിസത്തെ പറ്റിയുള്ള, ഇപ്പോൾ സോഷ്യലിസത്തിലേക്കുള്ളൊരു ഇന്ത്യൻ വഴി എന്ന് പറയുമ്പോൾ ആ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവില്ല. മാർക്സിസം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നം അതിൽ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർക്സിസം അങ്ങനൊരു സാർവലൗകികമായ ഒരു ശരിയുടെ ഏകശിലാത്മകമായ ഒരു സിദ്ധാന്ത മാതൃകയാണ് എന്നൊരു കാഴ്ചപ്പാട് ഒരു പക്ഷേ പുനർവിചിന്തനം ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ അതൊരു വാസ്തവമാണ്. അങ്ങനെ ഒരു ഉദാഹരണത്തിന് ഈ സിദ്ധാന്ത മാതൃക ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരുപക്ഷെ ഈ 16-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ രൂപപ്പെട്ടു വന്ന പുതിയ ഉൽപാദന ശക്തികളുടെ ഒരു വളർച്ചയുടെ ഘട്ടവും 18-ാം നൂറ്റാണ്ടിലൂടെ തകർന്നുപോയ ഒരു ഫ്യൂഡൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലും രൂപപ്പെട്ടു വന്ന ഒരു തൊഴിലാളി എന്ന് പറയുന്ന ഒരു സംവർഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സിദ്ധാന്ത മാതൃക അവതരിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം. ആ ഒരു തൊഴിലാളിക്ക് നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാനുള്ള ഒരു ഏജൻസി, റവല്യൂഷണറി ആയിട്ടുള്ളൊരു ഏജൻസി സങ്കല്പിച്ചുകൊണ്ടാണ് മാർക്സിൻ്റെ ഈ സിദ്ധാന്ത പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അത് പലപ്പോഴും അന്ന് യൂറോപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു തൊഴിലാളി രൂപപ്പെടുകയും തൊഴിലാളിക്ക് ഈ വ്യവസ്ഥയെ മാറ്റാനുള്ളൊരു ഏജൻസി, റവല്യൂഷണറി ആയിട്ടുള്ളൊരു ഏജൻസി കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുപക്ഷെ യൂറോപ്പാണ് നമുക്കറിയാം. നേരെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ആയിരിക്കില്ല. അതും കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ കടന്നു വരുന്ന സമയത്തും അതല്ല ഇന്ത്യയിലെ സ്ഥിതി നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്.
ഒരു പക്ഷേ ഈ ഒരു തലക്കെട്ടിന് പകരമായിട്ട് മറ്റൊരു സാധ്യത ആലോചിക്കാവുന്നത് മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴി എന്നുള്ളതാണ്. മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴി എന്ന് പറയുമ്പോൾ അത് മറ്റൊരു സങ്കല്പമാണ്. മാർക്സിസത്തെ തന്നെ ഇങ്ങനെ ഏകശിലാത്മകമായ ഒരു സിദ്ധാന്ത മാതൃകയായി കാണാതെ പല വഴികളുള്ള ഒരു ഭൂപ്രദേശമായിട്ട് മാർക്സിസത്തെ കാണുക എന്നുള്ള ഒരു സിദ്ധാന്ത മാതൃക എന്നുള്ള രീതിയിലല്ലാതെ പ്രയോഗങ്ങളുടെ പലതരത്തിലുള്ള വഴികളുടെ അതിനെ അടയാളപ്പെടുത്തുന്ന ഒന്നായിട്ട് മാർക്സിസത്തിനെ കാണുക എന്നുള്ളതായിരിക്കും കുറേ കൂടി ഉചിതമായ ഒരു രീതി എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു റവല്യൂഷണറി ഏജൻസി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന തൊഴിലാളി എന്ന് പറയുന്ന സംവർഗം രൂപപ്പെടുന്നതിൻ്റെ ചില സങ്കീർണമായ പശ്ചാത്തലം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു പശ്ചാത്തലം അതിനുണ്ട്, നമുക്കറിയാം. ഇപ്പോഴും ചിലപ്പോൾ ആ രീതിയിലുള്ളൊരു തൊഴിലാളിയെ ലക്ഷണമൊത്ത ഒരു തൊഴിലാളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പോൾ ഫ്യൂഡൽ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിന് സമാനമായ ബന്ധങ്ങളുടെ പൂർണ്ണമായൊരു തകർച്ചയിൽ നിന്ന് പുതിയ ഉൽപ്പാദന ശക്തികൾ രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ മുതലാളിത്തം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പുതിയ ഒരു വ്യവസ്ഥ ആ രീതിയിൽ രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കപ്പെടുന്ന ഈ ഏജൻസി എന്നുള്ള സങ്കല്പം ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ പ്രധാനമായി കൊള്ളുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പ്രധാനമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിലായിരിക്കില്ല അത് ഇവിടെ രൂപപ്പെടുന്നത്. അത് വളരെ സങ്കീർണമാണ്. അതിന് പല വശങ്ങളുണ്ട്. പലതരത്തിലുള്ള ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് എന്നാണ് ആദ്യമായിട്ട് എനിക്കൊരു പോയിൻ്റായിട്ട് പറയാൻ ഉള്ളത്. മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സിദ്ധാന്തം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ഒരു സിദ്ധാന്തം നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോഴാണ് അതൊരു ഭൗതിക ശക്തിയായി മാറുന്നത് എന്ന വളരെ പ്രസക്തവും പ്രസിദ്ധവുമായ ഒരു പ്രസ്താവം മാർക്സിൻ്റേതായിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാർക്സിസത്തെപ്പറ്റി നമ്മളൊരു സിദ്ധാന്തം എന്ന രീതിയിൽ ആലോചിക്കുമ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവമാണ്. അതൊരു ഭൗതിക ശക്തിയായി, ഒരു മെറ്റീരിയലായിട്ടുള്ളൊരു ഫോഴ്സായിട്ട്, പവറായിട്ട് മാറുക എന്നുള്ളത് അത് ശരീരത്തിൽ തൊടുമ്പോഴാണ് എന്ന് പറയും. ഈ ശരീരത്തിൽ തൊടുക എന്ന് പറയുന്നതിനെ ഞാനൊന്ന് അതിനൊരു രൂപകം എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ, എന്താണ് ഈ ശരീരത്തിൽ തൊടുക? തൊടുക എന്ന് പറയുന്നതിന് രണ്ട് തലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് തൊടുക എന്ന് പറയുന്ന പ്രവൃത്തി, മറ്റൊന്ന് സ്പർശിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് തൊടൽ എന്നുള്ളത് ഉണ്ടാവുന്നത്. ഞാനൊരു വസ്തുവിൽ തൊടുമ്പോൾ തൊടുക എന്നുള്ള പ്രവൃത്തിയുണ്ട്, പക്ഷേ സ്പർശിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവം അവിടെ ഇല്ല. ഇപ്പോൾ ഈ വസ്തുവാണെങ്കിൽ ആ വസ്തു സ്പർശിക്കപ്പെടുന്നില്ല. ഈ അനുഭവവും നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രവൃത്തിയും കൂടി ചേരുന്ന ഒന്നിനെയാണ് നമ്മൾ സ്പർശനം എന്ന് പറയുന്നത്. ഒരു സിദ്ധാന്തം മനുഷ്യരുടെ ശരീരത്തിൽ തൊടുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒന്ന് ആ പ്രവൃത്തി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന് സ്പർശിക്കപ്പെടുക, സെൻസ് ഓഫ് ബീയിങ് ടച്ച്ഡ് എന്ന് പറയുന്ന ആ അനുഭവം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ആദ്യത്തേത് വേണമെങ്കിൽ ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്, നിങ്ങൾ തൊടുന്നു എന്നുള്ളത്. രണ്ടാമത്തേതിൽ ഒരു ആത്മനിഷ്ഠമായ ഒരു തലം ഉണ്ട്, ഒരു ബോധത്തിൻ്റെ തലമുണ്ട്. നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ട്, സ്പർശിക്കപ്പെടുന്നുണ്ട് എന്നൊരു അനുഭവത്തിൻ്റെ, ബോധത്തിൻ്റെ ഒരു തലം ഉണ്ട്. ഇത് സാധാരണ പറയാറുള്ളത്, ഇപ്പം ഒരാളെ നമ്മൾ തൊഴിലാളി എന്ന് വിളിക്കുമ്പോൾ അയാൾ തൊഴിലാളി ആവേണ്ടതുണ്ട്. ആ സ്പർശിക്കപ്പെടുന്ന അനുഭവം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. തൊടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അനുഭവം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഈ സബ്ജക്റ്റീവായിട്ടുള്ളൊരു ബോധം എന്ന് പറയുന്നത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയാറുണ്ട്. അതതിൻ്റെ കണ്ടീഷനാണ്, പക്ഷേ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷനല്ല, അതിൻ്റെ പര്യാപ്തമായ ഒരു ഉപാധിയല്ല തൊടുക എന്നുള്ളതുകൊണ്ട് ബോധം ഉണ്ടാവുക എന്നുള്ളത്. ഈ ഒരു പ്രശ്നം വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. ഒരു സിദ്ധാന്തം പ്രയോഗമാവുന്നതിന് ഈ സ്പർശനം നടക്കണം, അത് ബോധത്തിൻ്റെ തലത്തിലും ഉണ്ടാവണം, തൊടുക എന്നുള്ള ആക്ടിൻ്റെ തലത്തിലും ഉണ്ടാവുന്നത്. ഈ സിദ്ധാന്തത്തെയും പ്രയോഗത്തെയും തമ്മിൽ മീഡിയേറ്റ് ചെയ്യലാണ് പാർട്ടി എന്നുള്ള സങ്കല്പം കൊണ്ട്. സാധാരണ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കിക്കണ്ടാൽ ഒരു പാർട്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് തലങ്ങളെ തമ്മിൽ മീഡിയേറ്റ് ചെയ്യലായിരിക്കും ചിലപ്പോൾ.
ഈ സ്പർശനം എന്നുള്ളത് സാധ്യമാക്കുക, സിദ്ധാന്തത്തെ ഒരു ഭൗതിക ശക്തിയാക്കി മാറ്റാനുള്ള ഈ സ്പർശനം സാധ്യമാക്കുന്ന ഒരു 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 ഘടകമായിട്ടാണ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. പാർട്ടി എന്നുള്ള സങ്കല്പം ഒരുപക്ഷെ അതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ ഒരു സ്പർശനം എന്ന് പറയുന്നത് ഈ പാർട്ടി എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെ, ഒരു ഘടകത്തിലൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഈ ഒരു സ്പർശനം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടർത്ഥത്തിലും, അതിന് ബോധപരമായ അർത്ഥത്തിലും വർഗബോധവും വർഗം എന്ന് പറയുന്ന തിയറട്ടിക്കലായിട്ടുള്ള കാറ്റഗറിയും തമ്മിലുള്ള ഈ ഒരു പൊരുത്തക്കേട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഈ പറഞ്ഞതിന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന വർഗത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ വർഗബോധം ഉണ്ടാവുക എന്നുള്ളതുണ്ടാവില്ല. ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത് ഒരു വർഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു സാധനമല്ല, സ്പർശിക്കപ്പെടുക എന്നുള്ള അനുഭവത്തിലൂടെ ഉണ്ടാവുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും സങ്കീർണം? ചിലപ്പോൾ യൂറോപ്പിൽ ഈ കാര്യം, യൂറോപ്പിൽ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വലിയ വ്യാപകമായി ഉണ്ടായി വന്നിട്ടുള്ള ഒരു നാടല്ല എന്ന് നമുക്കറിയാം. ഈ ഒരു ഇന്ത്യൻ അവസ്ഥയെ നമ്മൾ എടുക്കുമ്പോൾ, ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തെ, അത് ഇന്നത്തെ സാഹചര്യമല്ല, ഞാൻ മുമ്പ് മുതലുള്ള സാഹചര്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ സ്പർശനം സാധ്യമായില്ല എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ഈ തലക്കെട്ടിനെ പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഞാനതിൽ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ സിദ്ധാന്തത്തിൻ്റെ ഉള്ളിലുള്ളൊരു അസ്പർശ്യതയാണ്, ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഈ സിദ്ധാന്ത സങ്കേതത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. അത് പിന്നെ കൂടുതൽ വിശദീകരിക്കാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല, ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിൽ പറയാൻ പറ്റുമായിരിക്കും. വേണമെങ്കിൽ ഒരു വലിയ അളവ് വരെയെങ്കിലും നമുക്ക് ഗാന്ധിയോ അംബേദ്കറോ നമ്മുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും, വലിയ അളവ് വരെയെങ്കിലും. മാർക്സ് അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ശരീരത്തിൽ തൊട്ട ഒന്നായി, ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിട്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാഹിത്യത്തെ പറ്റി കേരളത്തിലൊക്കെ ഉണ്ടാവും ഒരു വലിയ അളവിലുണ്ടാവും എങ്കിൽ പോലും ഇന്ത്യയിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പർശനം എന്ന് പറയുന്നത് സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള അനുഭവവും ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള ഒരു സൈദ്ധാന്തികമായ സംവർഗവും അനുഭവവും തമ്മിലുള്ള ഒരു മീഡിയേഷൻ നടക്കുന്നതിൽ, ഈ ഒരു സ്പർശനം നടക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരു വലിയ അളവിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്, നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. ഞാനൊരു പ്രത്യേക പ്രസ്ഥാനത്തെ പറ്റിയല്ല പറയുന്നത്, പൊതുവേ പറയുന്നൊരു കാര്യം. ഇതൊരു പക്ഷേ ഈ വർഗബോധം എന്ന് പറയുന്ന ഈ സങ്കല്പത്തിൻ്റെ സങ്കീർണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഗബോധം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പം സച്ചിദാനന്ദ മാഷ് കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ മാർക്സിസ്റ്റ് സിദ്ധാന്ത ചർച്ചകളിൽ ഇത് വളരെ പ്രമുഖമായ, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വന്നിട്ടുള്ളത് ലൂക്കാച്ചിനെ പോലുള്ള ആളുകളായിരിക്കും. ഹിസ്റ്ററി ആൻഡ് ക്ലാസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 100 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലാണ് ഒരു പക്ഷേ ഈ വർഗബോധം എന്താണ്, ഈ വർഗബോധം എന്നുള്ളതിനെ മാർക്സ് അല്ലെങ്കിൽ മാർക്സിൻ്റെ ഒരു വിശകലനത്തിൽ വല്ലാതെ കടന്നു വന്നിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ലൂക്കാച്ച് അതിനെ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യം. പുതിയ പുസ്തകമല്ല ഇത്, ഒരു പഴയ ആശയമാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ഒരു പ്രശ്നം വാസ്തവത്തിൽ ഇതാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് ഈ വർഗബോധം എന്ന് പറയുന്നത്? ഒരു വർഗത്തിൽ ഉൾപ്പെടുന്ന ഒരാൾക്ക് വർഗബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ള ആ ഒരു കാര്യം. എന്താണ് ഈ വർഗബോധം ഉണ്ടായി വരുന്നതിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നാണ് ഈ റവല്യൂഷണറി ആയിട്ടുള്ളൊരു ഏജൻസി, സിസ്റ്റത്തെ മാറ്റാനുള്ള വിപ്ലവകരമായ ഒരു കർത്തൃത്വം ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ പ്രാഥമികമായി ഉണ്ടാവേണ്ടത് ഈ വർഗബോധം എന്ന് പറയുന്ന സാധനം. അപ്പോൾ തൊഴിലാളി ഉണ്ട്, പക്ഷേ തൊഴിലാളിക്ക് വർഗബോധമില്ല എന്ന് നമ്മൾ സാധിക്കും. എന്താണ് ഈ വർഗബോധം എന്നുള്ളതിനെ, അതിനെങ്ങനെ വിശകലനം ചെയ്യും, എത്രത്തോളം സങ്കീർണമാണ് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള സാഹചര്യത്തിൽ എന്നുള്ളത് ഈ മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴിയെ പറ്റിയുള്ള ഒരു പുനർവിചിന്തനത്തിലോ അല്ലെങ്കിൽ വിചിന്തനത്തിലോ പ്രധാനമായ ഒരു പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ലൂക്കാച്ച് പറയുന്ന ഈ വർഗബോധം 2 തരത്തിലുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഞാൻ സമയം കൂടുതലെടുക്കണ്ടോ പക്ഷേ? സമയം കൂടുതലെടുക്കുമോ? വർഗബോധം എന്ന് പറയുന്നത് ലൂക്കാച്ചിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം.
ഒന്ന് അതൊരു അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്ലാസ് കോൺഷ്യസ്നെസ്, മറ്റൊന്ന് ആക്ച്വൽ ആയിട്ടുള്ള ക്ലാസ് കോൺഷ്യസ്നെസ്. ഇതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. ഇത് ഈ 100 വർഷത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് ഇപ്പോൾ തോന്നാൻ കാരണം ഈ അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്ലാസ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ വർഗബോധം എന്ന് ലൂക്കാച്ച് വിളിക്കുന്നത് അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്, അസ്ക്രൈബ് ചെയ്യേണ്ട ഒന്നാണ്. ഒരു പ്രത്യേക വർഗത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒന്നല്ല ഈ വർഗബോധം എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ പാർട്ടിയായിരിക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, അതുണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ഘടകമായിട്ട് ലൂക്കാച്ചും കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ആളുകൾക്ക്, ഇപ്പോൾ തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളിക്ക് സ്വയവും അവരവരെക്കുറിച്ചും അവരുൾപ്പെടുന്ന വർഗത്തെപ്പറ്റിയും ആ വ്യവസ്ഥയെപ്പറ്റിയുമുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നിന്ന്, ആ ഒബ്ജക്റ്റീവായിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നിന്ന് എത്തിച്ചേരേണ്ട ഒന്നായിട്ടാണ് അസ്ക്രൈബ്ഡ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. നേരെ മറിച്ച് ആക്ച്വൽ ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അത് പലപ്പോഴും നിങ്ങളെപ്പറ്റി വിചാരിക്കുന്ന പല കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾ തൊഴിലാളിയായിട്ടുള്ള ഒരാൾ വിചാരിക്കുന്ന അയാൾ തൊഴിലാളിയാണെന്നായിരിക്കില്ല, അയാളുടെ വർഗബോധമായിരിക്കില്ല. അയാൾ ചിലപ്പോൾ അയാൾ ദളിതാണെന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നുണ്ടാവുക, അയാൾ ഇന്ന ജാതിയിൽപ്പെടുന്ന ഒരാളാണെന്നാണ് ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അയാളൊരു ഇന്ന ദേശത്തിൽ, ഇന്ന ഗോത്രത്തിൽ, ഇന്ന വർണ്ണത്തിൽ ഉള്ള ഒരാളായിട്ടാണ് സ്വയം അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവുക. ഇത് അത് ആക്ച്വൽ ആയിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് ആണ്. വാസ്തവത്തിൽ അയാൾക്ക് അയാളുടെ വർഗത്തെപ്പറ്റിയോ ചുറ്റുപാടുകളെക്കുറിച്ചോ ഉള്ള ബോധത്തെയാണ് ഈ ആക്ച്വൽ എന്നുള്ളതും മറ്റത് അസ്ക്രൈബ്ഡ് എന്നുള്ളൊരു വേർതിരിവ് ലൂക്കാച്ച് നടത്തുന്നത്. ഇത് ഞാൻ ലൂക്കാച്ച് എന്താ പറയുന്നത് എന്നുള്ളത് പറയുക എന്നുള്ളതല്ല, ഇത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്പർശനം എന്ന് പറയുന്ന ആശയവും സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള അനുഭവവും കാറ്റഗറൈസേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ഒരു പോയിൻ്റാണ് ഇത് എന്നെനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ ശ്രമിച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട റോൾ ഇതിനെ മീഡിയേറ്റ് ചെയ്യുകയും അസ്ക്രൈബ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കാനുള്ള ശ്രമവുമാണ് പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടത് എന്ന ഒരാശയം ലൂക്കാച്ചിനുണ്ടായിരുന്നു, ലെനിനുണ്ടായിരുന്നു. അങ്ങനെ പല മാർക്സിസ്റ്റ് പ്രയോക്താക്കൾക്കും ചിന്തകർക്കും സൈദ്ധാന്തികർക്കും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയാണ് നമ്മളുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ എന്നും നമുക്കറിയാം. എന്തായിരിക്കും ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ ഘട്ടത്തിൽ ഈ വർഗബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കുക എന്നുള്ള അതിലുണ്ടായ പരാജയം എന്തായിരിക്കും, അതിലുള്ള തിരിച്ചടി എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ ആക്ച്വൽ എന്ന് വിളിക്കുന്ന നമ്മുടെ ബോധരൂപങ്ങളിൽ പല ഘടകങ്ങളുണ്ടാവും. അതിൽ ജാതി ഉണ്ടാവും, അതിൽ വർഗമുണ്ടാവും, വർണ്ണമുണ്ടാവും, അതിൽ ദേശമുണ്ടാവും, ഗോത്രമുണ്ടാവും, പലതരത്തിലുള്ള ഐഡൻറ്റിറ്റികളും ഒക്കെ കലർന്ന ഒന്നായിരിക്കും ആക്ച്വൽ എന്ന് നമ്മൾ വിളിക്കുന്ന കോൺഷ്യസ്നെസ്. ഇതിനെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികർ വിളിക്കുന്ന ഐഡിയോളജിക്കലാണ് എന്നാണ്. ഐഡിയോളജി എന്നുള്ള വാക്കിനെ തലതിരിഞ്ഞ ബോധം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാറുണ്ട്. അതായത് മനുഷ്യർക്ക് അവരവരെ തന്നെ പറ്റിയുള്ള ധാരണകൾ ഏതോ തരത്തിൽ തലതിരിഞ്ഞു പോയി. അങ്ങനെ തലതിരിഞ്ഞൊരു ബോധത്തെയാണ് ഐഡിയോളജി എന്ന് മാർക്സിൻ്റെ സൈദ്ധാന്തിക സങ്കേത ആയിട്ടത് ഉപയോഗിക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പം ആളുകളുടെ സ്വന്തം അവസ്ഥയെ പറ്റിയുള്ള അവരുടെ വിചാരങ്ങൾ തലതിരിഞ്ഞ വിചാരങ്ങളാണ്. അത് അവരുടെ ശരിയായിട്ടുള്ള ഒരു കണ്ടീഷനെ വെളിപ്പെടുത്തുന്ന ഒന്നല്ല എന്നുള്ള ഈ തലതിരിഞ്ഞൊന്നിനെ നേരെ നിർത്തുക എന്നുള്ളതാണ് മാർക്സിസത്തിൻ്റെ ഒരു ഐഡിയോളജി ക്രിട്ടിക്കിങ്ങിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ബോധത്തെ തിരുത്തിയിട്ട് ഇത് മാറ്റിയെടുത്തുക, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു പക്ഷേ വർഗബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളൊരു വഴിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബോധത്തിൻ്റെ ഒരു പ്രശ്നമാണോ ഇത്? നിങ്ങൾ തൊഴിലാളിയാണെന്ന് സ്വയം തിരിച്ചറിയാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ബോധത്തിൻ്റെ പ്രശ്നമാണോ? നമ്മളുടെ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെപ്പറ്റി എനിക്ക് അറിയാത്തത് അറിവിൻ്റെ ഒരു പ്രശ്നം മാത്രമാണോ? നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ്റെ ഒരു പ്രശ്നമാണോ? ബൗദ്ധികമായ തലത്തിലുള്ളൊരു പ്രശ്നമാണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരുപാട് വിചാരങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പലരും അതിനെ ഈ ഐഡിയോളജി തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്നായിട്ടാണ് കാണേണ്ടത്. വെറും ആശയത്തിൻ്റെ തലത്തിൽ, ബോധത്തിൻ്റെ തലത്തിൽ, ആശയങ്ങളുടെയും ബോധത്തിൻ്റെയും പ്രതിനിധാനത്തിൻ്റെയും തലത്തിലുള്ള ഒരു കാര്യമല്ല ഐഡിയോളജി എന്ന് പറയുന്നത്. ഐഡിയോളജി എന്ന് പറയുന്നതിന് ശരീരമുണ്ട്. അത് ശാരീരികമായ ശരീരങ്ങളിലൂടെ ഉള്ള, അപ്പോൾ ജാതിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു ബോധത്തിൻ്റെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ. ശരീരത്തിന് ജാതി ഉണ്ടെന്ന് ഗുരുവിന് എതിരായിട്ട് പറയുന്നതല്ല ഞാൻ.
ശരീരസ്ഥമായ ഒന്നാണ് ഈ ഐഡിയോളജി. അതിന് മൂർത്തമായ ഒന്നാണ്, അതിന് ഭൗതികതയുണ്ട്. ഇപ്പോൾ ലൂക്കാച്ച് പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിന് റീഫൈൻഡ് ആയിട്ടുള്ള ഒന്നാണ്, ഊറിക്കൂടി ഉറഞ്ഞു പോയ ഒരു കല്ല് പോലെ ഉറഞ്ഞു പോയ ഒന്നാണ് അത്. നാച്ചുറലാണെന്ന് നമുക്ക് തോന്നും, അത് ഇല്ലയെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു 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 പ്രകൃതിദത്തമായ എന്തോ ഒന്നാണെന്ന് തോന്നുന്ന മട്ടിൽ ടാഞ്ചിബിളായിട്ടുള്ള തൊട്ടറിയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നായിട്ട് ജാതി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമായിരിക്കും. ഇത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഐഡിയോളജിയെ തന്നെ ബോധത്തിൻ്റെ തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ട് കാണുക എന്നുള്ളത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സൈദ്ധാന്തികമായ തലത്തിൽ അതിനെ മൂവ്മെൻറ്റുകളും അല്ലെങ്കിൽ സിദ്ധാന്തവും സൈദ്ധാന്തികമായ തലത്തിൽ അതിനെ മറികടക്കാൻ ശ്രമിച്ചത് ഈ മെറ്റീരിയാലിറ്റി ഓഫ് ഐഡിയോളജി എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ജാതിയെ നമ്മൾ കാണേണ്ടത് എങ്ങനെ എന്നുള്ളത് സ്വാഭാവികമായും മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴിയെ പറ്റിയുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉത്തരം എന്ത് എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങൾ ഞാൻ ഒരു എന്തുകൊണ്ടാണ് ഈ മീഡിയേഷൻ നടക്കാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ നിർത്താം, അടുത്ത ഒരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ട്. പണ്ട് എനിക്കത് അതിൻ്റെ കൃത്യമായിട്ട് റെഫറൻസ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം EMS ഈ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട്. അതെവിടെയും ചോദിച്ചാൽ എനിക്ക് കൃത്യം എൻ്റെ കയ്യിൽ എൻ്റെ റെഫറൻസ് ഇല്ല. പറഞ്ഞൊരു കാര്യം ഇതാണ്, വളരെ മുമ്പാണത്. അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, ഇപ്പം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഏതാണ്ട് ഒരു കാലത്താണ് രൂപപ്പെടുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ CPC എന്ന് പറയുന്ന ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നതും അത് 1921 എന്നാണ് എൻ്റെ ധാരണ. 1921 CPC ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് പുറത്താണ് അത് രൂപപ്പെട്ടതെങ്കിൽ പോലും താഷ്കണ്ടിൽ അത് രൂപപ്പെടുന്നത് 1920 ഒക്ടോബർ 17 താഷ്കണ്ടിലെ ആദ്യത്തെ യോഗം, MN റോയൊക്കെ ഉള്ള യോഗം നടക്കുന്നതെന്നാണ്. പിന്നീടും കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ഇന്ത്യയുടെ ഉള്ളിൽ അതിൻ്റെ ആദ്യത്തെ ഒരു രൂപവൽക്കരണം നടക്കുന്നത്. 25 മറ്റോ ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ടാവുന്നത്. ഇന്ത്യയെപ്പോലെ തന്നെ വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലവും ഒക്കെ ഉള്ളൊരു രാജ്യമായിരുന്നു ചൈന. എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ജാതി തുടങ്ങിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും വളരെ അവികസിതമായ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉള്ളൊരു സ്ഥലം ആണ് അന്ന് ചൈന. പക്ഷേ EMSനോടുള്ള ചോദ്യം ഇതായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലത്തെ ഇതിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായിട്ട് മാറുന്നുണ്ട്? അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ അല്ല ആ ചോദ്യം, അത് സ്പർശിക്കുന്നുണ്ട്, മനുഷ്യരെ സ്പർശിച്ചിട്ടുണ്ട്. ഒരു ഭൗതിക ശക്തിയായിട്ട് ആ സിദ്ധാന്തം അവിടെ മാറുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ ഒരു സ്പർശിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം EMSനോട് പണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ EMS ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞത് ജാതി എന്നാണ്. ഈ ഉത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ്. ഒരുപക്ഷെ ആ ഉത്തരത്തിന് പല ഘടകങ്ങളുണ്ടായിരിക്കും. ഒന്നുകിൽ ജാതിയെ കണ്ടതിലുള്ള പ്രശ്നമാണെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ജാതി എന്നുള്ളതായിരിക്കും ഒരു വർഗബോധം രൂപപ്പെട്ടു വരുന്നതിലെ പ്രധാനപ്പെട്ട, ഞാൻ ഈ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മീഡിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വർഗബോധവും വർഗം എന്നുള്ള സൈദ്ധാന്തിക സങ്കേതവും തമ്മിൽ ഉള്ള വൈരുദ്ധ്യം പരിഹരിക്കാൻ അല്ലെങ്കിൽ മീഡിയേറ്റ് ചെയ്യാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദുരവസ്ഥയ്ക്ക് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കാം ജാതി എന്നുള്ളത്. ഞാൻ ജാതിയെപ്പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകൾ ഇതിനടക്കം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ഇപ്പം ജാതിയെ കാണുന്നതിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ചിലപ്പോൾ സഖാവ് പന്ന്യൻ അത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴികളെ പറ്റിയുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എന്ന് മാത്രം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. സഖാവ് പന്ന്യൻ.
ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യായ രണ്ടുപേരും വളരെ സീരിയസായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ആ രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് ഇതൊരു പ്രത്യേക സദസ്സാണ്, എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും നല്ല വായനക്കാരുടെയും ബുദ്ധിജീവികളുടെയും സദസ്സ്. ഇവിടെ വിഷയം വളരെ പ്രസക്തമായി തീരുമാനിച്ചത് ആ വലിയ നേതൃസഭയാണ്. ആ തീരുമാനിച്ചതിനൊരു പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വളർച്ച ചുവപ്പിൻ്റെ വഴിയിൽ കൂടിയാണ്. ആ വളർച്ചയിൽ പ്രധാനമായിരുന്നു അന്നത്തെ എഴുത്തുകാരെല്ലാം. അന്ന് എഴുത്തുകാരുടെ കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളൊഴിച്ച് എല്ലാവരും പുരോഗമനവാദികളായിരുന്നു. കോട്ടയത്ത് നടന്ന എഴുത്തുകാരുടെ സമ്മേളനത്തിൽ പുരോഗമന സാഹിത്യകാരന്മാരുടെ സമ്മേളനം, അതിൽ അധ്യക്ഷം വഹിച്ച് ചങ്ങമ്പുഴയായിരുന്നു. ചങ്ങമ്പുഴ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സിനകത്ത് വലിയ ആവേശമുണർത്തിയൊരു കാലമായിരുന്നു കാൽപ്പനിക കാവ്യം. ചങ്ങമ്പുഴ അവിടെ പറഞ്ഞു, എന്നെക്കുറിച്ച് പലരും പറയുന്നുണ്ട് ഇയാൾ കാൽപ്പനിക കാവ്യക്കാരനാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കാൽപ്പനിക കാവ്യങ്ങൾ എഴുതുന്നുണ്ട്, എന്നാൽ മനുഷ്യൻ്റെ വേദനയും ദുഃഖവും കണ്ണീരും ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ കവിതയിലുണ്ട്. നിങ്ങളത് വായിക്കാത്തത് എൻ്റെ കുറ്റമാണോ? അതിന് കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അത് എൻ്റെ മനസ്സിലുള്ളൊരാശയമാണ്. ഇത് കേരളത്തിലുള്ള മിക്ക എഴുത്തുകാരുടെയും മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ്. അവരെല്ലാം ചുവപ്പിൻ്റെ വഴിയിൽ പോവുക. എന്താണ് അങ്ങനെ വരാൻ കാരണം? നമ്മുടെ നാടിൻ്റെ ചരിത്രം അതാണ്. ഇവിടെ പ്രസക്തമായൊരു കാര്യം മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രമാണ്. മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാർക്സത്തിലേക്ക് എത്താനുള്ള വഴിയെന്നാണ് ചോദിക്കുന്നത്. അതൊരു വല്ലാത്ത ചോദ്യമാണ് കേട്ടോ. കാരണം മാർക്സം എന്ന് പറയുന്നത് ലോകത്തെ മാറ്റാനുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. 1848 മാർക്സും ഏംഗൽസും ചേർന്ന് ലോകത്തിലെ എല്ലാ പണിയെടുക്കുന്നവരോടും പറഞ്ഞു, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവൻ. പറഞ്ഞ രണ്ട് ചെറുപ്പക്കാരാണ്, പറഞ്ഞ യൂറോപ്പിൽ നിന്നാണ്. പക്ഷെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മുതലാളിമാരും ആ പറഞ്ഞതിനെ അപ്പതിനെ എതിർത്തു. ആകെ കുറച്ച് പേര് കൂടി പറഞ്ഞതാണ്. അവർക്ക് തോന്നി നമുക്കെതിരായി വരുന്നുണ്ട് ഒരു വലിയ ശക്തി, അത് ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന്. അതാണ് മാർക്സിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞത് മനുഷ്യനിൽ വൈരുദ്ധ്യങ്ങളുണ്ടാവും, ചൂഷണത്തിന് പല വഴികളും കാണും. നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യൻ മുതലാളിത്തം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരിക്കലും മനസ്സിൽ കാണാത്ത പല കാര്യങ്ങളും അവർ കാണുക. അപ്പം മാർക്സ് അതിന് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മധു പറഞ്ഞതുപോലെ മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ മാറ്റം. മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മാറും. എങ്ങനെ മാറും? എതിരാളി ഉപയോഗിക്കുന്ന ആയുധം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അതിന് പകരം ആയുധം നമ്മൾ ഉപയോഗിക്കണം. നിങ്ങൾ നോക്കേണ്ടത്, ക്യൂബിന് വിപ്ലവം നടന്നു. 1959 ക്യൂബ ജയിച്ചത്, ക്യൂബ മോചിതമാകുന്നു. കാസ്ട്രോ ആയിരുന്നു 18 പേരുള്ള ഒളിപ്പോര് സംഘത്തെ നയിച്ചത്. കാസ്ട്രോന് ലോകം അറിയുന്ന ഏറ്റവും വലിയ വിപ്ലവകാരി ചേഗുവേരൻ്റെ ഒരു സന്ദേശമുണ്ടായിരുന്നു. കാസ്ട്രോ, നിങ്ങളുടെ വിപ്ലവം വളരെ ഫലപ്രദമാവും, പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ എന്തിന് വിപ്ലവം നടത്തുന്നു എന്നുള്ള കാര്യം
എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. അതിലൊരു സമാന്തര സംവിധാനം വേണം. നിങ്ങൾ ഒളിപ്പോര് നടത്തുമ്പം മരിച്ചു വീഴുന്നത് ഒളിപ്പോരിൽ പട്ടാളക്കാരാണ്. 85,000 പട്ടാളക്കാർ ഇവിടെയുണ്ട്. അവരെ കൊല്ലണ്ടേ? അവർ മരിച്ചു വീഴുമ്പം അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട നാട്ടിൽ പ്രചരണമുണ്ടാകും. നിങ്ങളെ കൊല്ലാനിതാ കുറേ എണ്ണം ഇവിടുന്ന് പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ക്യൂബൻ വിപ്ലവം 59 ജയിച്ചു. ക്യൂബൻ വിപ്ലവം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നില്ല. വിപ്ലവത്തിന് ശേഷം 1960-ലാണ് കാസ്ട്രോ ലോകത്തിലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും നോക്കിയിട്ട് കാസ്ട്രോ പറഞ്ഞു, എനിക്ക് ബോധ്യമായി ഉൾക്കൊള്ളാവുന്ന ജനങ്ങൾ സ്വീകരിക്കാവുന്ന ഒരു ഭരണ സംവിധാനമുണ്ട്, അത് സോവിയറ്റ് യൂണിയൻ. നമ്മൾ ചെറുപ്പകാലത്ത് പാടിയിരുന്നു, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം. ആ പാട്ട് ഞാൻ ഒരുപാട് പാടിയതാണ്. എന്നോട് 78-ൽ സോവിയറ്റ് യൂണിയനിൽ പോകാൻ ഡൽഹി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് ജപ്പാനിൽ പോകാൻ ഡെലിഗേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ പോടുന്നു. ഞാൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോകാൻ വന്നതാണ്. ഞാൻ പണ്ട് പാടിയ പാട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ മധുവിടെ പറഞ്ഞ ഒരു ഭാഗം ഞാൻ സ്പർശിക്കാം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഈ തിയറിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അവിടെയാണ് മാർക്സ് ആദ്യം ഊന്നിയത്. മാർക്സ് പറഞ്ഞു, മനുഷ്യർ സംഘടിച്ചെങ്കിലേ നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഇപ്പം ലെനിൻ 1905-ൽ ഒരു ഫാക്ടറി ചെല്ലുന്നു. ഫാക്ടറിയിൽ ലെനിൻ ചെന്നപ്പം അവിടെ ഫാക്ടറിയിലെ തൊഴിലാളികളെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി നൂൽ കൂട്ടി യോജിപ്പിക്കുന്നതിനിടയ്ക്ക് അവൻ വെള്ളം കുടിക്കുന്നു, അവൻ ഇടയ്ക്ക് ഒരു റൊട്ടി തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലെനിൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ ഭക്ഷണം കഴിക്കുന്നത് പണിയെടുക്കുമ്പോഴാണോ? ഭക്ഷണം കഴിക്കാൻ സമയമില്ലേ? അപ്പോൾ പറഞ്ഞു, ഹേ മിസ്റ്റർ, നിങ്ങൾക്കത് പറയാം, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. കമ്പനിയിൽ കയറിയാൽ സമയമാകുമ്പം പുറത്തു പോകണം, അതിനിടയിൽ സമയമേ ഇല്ല. എൻ്റെ ജോലി ഈ നൂൽപ്പിൻ്റെ അവസാനം വരെയാണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞൂടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയം വേണമെന്ന്? പറഞ്ഞാൽ അവർ പിരിച്ചുവിടും, നിങ്ങൾ ജോലി തരുമോ? ലെനിൻ എന്ന് പറയുന്ന ലോകത്തോളം വളർന്ന നേതാവ്, ആ നേതാവ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ രാജ്യത്തിലെ വിപ്ലവത്തിൻ്റെ ശക്തികൾ അടിത്തറ ഒരുക്കിയത്. വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ നാക്കിൽ മാത്രം മതിയോ? പോരാ. വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം. ഒന്ന്, നമ്മൾ ആരോടാ പോരാടുന്നത്? അവൻ്റെ കയ്യിൽ ആയുധം എന്താണ്? ആ ആയുധത്തിന് പകരം നമ്മൾ എന്തായുധം ഉപയോഗിക്കണം? എങ്ങനെ അവൻ്റെ മുമ്പിലേക്ക് പോകണം? അതാണല്ലോ സോവിയറ്റ് യൂണിയൻ 2ാം ലോകമഹായുദ്ധത്തിൽ അവസാനം ക്രെംലിൻ കൊട്ടാരത്തെ രക്ഷിക്കാൻ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ആ പാർട്ടി പറഞ്ഞു, ഒരു മാർഗമുണ്ട്, ഒന്നുകിൽ ഈ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ പോയി നമ്മൾ അടിമകളെപ്പോലെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോരാടി ജയിക്കണം, മരിക്കണം. പോരാടി ജയിക്കണം, മരിക്കണം, അതാ വാക്ക്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി 18 വയസ്സുള്ളൊരു പെൺകുട്ടി, സോയ എന്നാണ് പേര്, ആ പെൺകുട്ടി ശരീരം നിറയെ ബോംബ് വരഞ്ഞു കെട്ടി മനുഷ്യ ബോംബായി മാറി അവരുടെ ജർമ്മൻ പട്ടാളത്തിൻ്റെ പീരങ്കിയെ നശിപ്പിച്ചത് ആ പെൺകുട്ടിയാണ് തുടക്കം. അതോടെ ഒരുപാട് മനുഷ്യർ കൂടെ വന്നു. മനുഷ്യർ ഒരു വലിയ ഭൗതിക ശക്തിയാണ്. അവർ സംഘടിക്കണം. സംഘടിക്കുമ്പം അവന് ബോധ്യം വേണം എന്തിനു സംഘടിക്കുന്നു. നമ്മുടെ നാട്ടിൽ അറിയാലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സമരങ്ങൾ നടന്നില്ലേ? എത്രയെത്ര സമരങ്ങൾ കേരളം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം അവർക്ക് വേണ്ടി സമരത്തിൽ പങ്കെടുത്താണോ? അവർക്ക് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. 800-ൽ പരം ആളുകൾ വയലാറിൽ ഒക്ടോബർ മാസം 26-ാം തീയതി ഒരുമിച്ച് ആ CPയുടെ പട്ടാളത്തിന് മുമ്പിൽ പോയി അവർ ജീവൻ കൊടുക്കുമ്പം അവർക്കറിയില്ലേ ബോംബ് വെടികൊണ്ടാ മരിക്കുന്നു? അറിയാം. എന്തിനു വേണ്ടി പോരാടി? ഒരു സമൂഹത്തിന് വേണ്ടി. അപ്പോൾ മനുഷ്യന് വളരെ പ്രധാനമായ കാര്യം എന്താ?
നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ബോധം അവനെ ആദ്യം നയിക്കണം. നാം എന്തിനു ജീവിക്കുന്നു എന്ന ബോധം ആദ്യം നയിക്കണം. ഇനി ഇന്ത്യയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നമ്മുടെ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ഇത്രത്തോളം വളർന്നില്ല. നമ്മൾ ഇന്ത്യയിൽ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885, രണ്ടാമത്തെ പാർട്ടിയാണ് നമ്മൾ. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഇത്ര വൈപുല്യത്തോടെ വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ പ്രസക്തമായി കാണുന്നു, ജാതി. മറ്റൊരു കാര്യം, ഓരോ പ്രദേശത്തെയും ജീവിതം മാത്രമല്ല, ഇന്ത്യൻ ജനങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മൾ വിസ്മരിക്കരുതല്ലോ. ഇന്ത്യൻ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ദൈവവിശ്വാസികളാണ്. ആ വിശ്വാസം നമ്മൾ ഒരു ദിവസം ഇല്ലാതാക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് ഇന്ത്യൻ ജനങ്ങളെ നയിക്കുന്നത്. ആ വിശ്വാസമാണ് അവരുടെ മനസ്സിലെല്ലാം ഉള്ളത്. അത് ശരിക്കും ആദ്യമായി കണ്ടറിഞ്ഞ ഒരു നേതാവാണ് മഹാത്മാഗാന്ധി. ഗാന്ധി ബാരിസ്റ്റർ ഉദ്യോഗത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ വന്നപ്പം അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചല്ലോ. ആ സഞ്ചാരത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, എല്ലായിടെയും ചെന്നപ്പം ഞാൻ കണ്ടു മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, ഉടുപ്പില്ല, കിടക്കാനിടവില്ല. അവർക്ക് ജീവിക്കുന്നു എന്ന് ഒഴിച്ച് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മൃഗങ്ങൾക്ക് 4 കാല്, മനുഷ്യന് 2 കാല്. അവനാണെങ്കിൽ മാടിനെ പോലെ പണിയെടുക്കുന്നു. അവനെന്താ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ എല്ലാം നോക്കിയപ്പം അക്ഷരം അറിയില്ലല്ലോ. നമ്മുടെ മലയാള കവി പാടിയത് അക്ഷരം എന്തെന്നറിയില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. എന്നാൽ അവിടെ അക്ഷരം അറിയേയില്ല. പക്ഷെ ഒരു കാര്യമാണ്, ആ വീടുകളിൽ ഞാൻ സന്ധ്യാനേരത്ത് പോയപ്പം ഒരു കാര്യം കണ്ടു, എല്ലാ വീടുകളിലും വിളക്ക് വെച്ചുകൊണ്ട് രാമനാമം ജപിക്കുന്നു. ഇന്ത്യൻ മനസ്സ് രാമൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണെന്ന് ഗാന്ധി ശരിക്കും ഉൾക്കൊണ്ടു. ഗാന്ധി എന്തിനാ രാമരാജ്യം പറഞ്ഞത്? രാമരാജ്യം എന്ന് പറയുന്നത് എന്താ? ഒരു കണക്കിന് രാമരാജ്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറയുന്ന കമ്മ്യൂണിസവും രാമരാജ്യം ഒന്നാ. ജനഹിതമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരി, ജനഹിതമനുസരിച്ച് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരി. ആ ഭരണാധികാരിയാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മളെ ജനങ്ങളെ അടിമകളെപ്പോലെ പോറ്റുന്ന ഭരണാധികാരിയാണോ വേണ്ടത്? ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയാണ് വേണ്ടത്? അല്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യ എന്ന ഈ രാജ്യത്തിന് യോജിച്ചു പോകാൻ പറ്റുന്ന മുദ്രാവാക്യം അത് എന്താ? രാമരാജ്യം. രാമരാജ്യം എന്ന് പറഞ്ഞാൽ രാമൻ, എൻ്റെ രാമൻ, ഞാൻ ഹിന്ദുവാണ്. എൻ്റെ രാമൻ മാത്രമല്ല, രാമൻ ഇസ്ലാമാണ്, ക്രൈസ്തവനാണ്, സിഖാണ്, എല്ലാം രാമനാ. രാമൻ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ രാജ്യത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾ മരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ആദ്യമൊരു ധാരണയുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത് നിരീശ്വരവാദികളുടെ പ്രസ്ഥാനമാണ്. ഇത് നിരീശ്വരവാദികളുടെ പ്രസ്ഥാനമാണ്. എൻ്റെ നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊക്കെ പലരും പറഞ്ഞെന്ന് പറഞ്ഞാൽ, എടാ ഈ പാർട്ടി പോരുത്, ഈ പാർട്ടി ദൈവമില്ലാത്ത പാർട്ടിയാണ്, ഈ പാർട്ടി കുടുംബത്തെ പോലും നേരെ കാണാത്ത പാർട്ടിയാണ്, ആ പാർട്ടി പോകരുത്. എന്തൊരു പ്രചരണമായിരുന്നു! 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നപ്പം ലോകത്തിലാകമാനമുള്ള മുതലാളിമാരും മുതലാളിത്ത ജിഹകളും ലോകത്തോട് വിളിച്ചു പറഞ്ഞതായിരുന്നു, ഇവനെ സൂക്ഷിക്കുക. പഴയകാലത്ത് കംസ മഹാരാജാവ് സഹോദരിയെ കല്യാണം കഴിച്ച് ആർഭാടപൂർവ്വം പോകുമ്പം കംസൻ്റെ ജീവനിൽ ഒരു അശരീരമുണ്ട്, എടാ കംസ, നിൻ്റെ സഹോദരിയുടെ വയറ്റ് പറക്കുന്ന 8ാമത്തെ കുഞ്ഞിൻ്റെ കഥ കഴിക്കുമെന്ന്. അതുപോലെ ലോകത്തിൽ മുതലാളിത്തത്തിന്, സാമ്രാജ്യത്വത്തിന്, മുതലാളിത്തത്തിൻ്റെ വലിയ രൂപമാണല്ലോ സാമ്രാജ്യത്വം, അവരെ മുമ്പിൽ ഒരു വെല്ലുവിളിയാ. എന്താ? ആ വെല്ലുവിളിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജി മാർക്സ് അന്ന് തന്നെ പറഞ്ഞു, ഇത് അവസാന വാക്കല്ല. നമ്മൾ ചിലർ പറയും, മാർക്സത്തിലെ ചില വാക്കുകൾ കോട്ട് ചെയ്തിട്ട് പറയും, ഇതാണ് അവസാനം. നോ, അങ്ങനെ പറഞ്ഞു സർ? മാർക്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാർക്സ് പറഞ്ഞ അവസാന വാക്കല്ല. ലോകത്തിലെ സാഹചര്യങ്ങൾ മാറി മാറി വരും. മാത്രമല്ല നമ്മുടെ ജീവിത രീതികൾ ഒരുപാട് മാറും. അതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ആസ്പദമാക്കുന്ന യന്ത്രവൽകൃത ലോകത്ത് യന്ത്രങ്ങളുടെ സ്ഥിതിയും
ഒരുപാട് മാറി വരും. ആ മാറ്റങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇതിനെ പൂർണ്ണമാക്കണമെന്ന് മാർക്സ പറഞ്ഞത്. നമ്മളതിനൊട്ടുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? വരട്ട് തത്വബാധ. അത് വരട്ട് തത്വബാധ അല്ലേ? വരട്ട് തത്വബാധ അല്ല. നമ്മൾ മാറുന്ന ലോകത്തെ കാണും. ഇപ്പം നിങ്ങൾ കാണുക, ലോകത്തിൽ എന്താ ഇപ്പോൾ സ്ഥിതി? ലോകത്തിലോ ഒരു സംഭവം പറഞ്ഞേക്കാം. ഇന്ത്യയിലെ കാര്യം പറയാപ്പാ. ഞാൻ ഒരു പാർലമെൻറ്റിൽ ഇപ്പം മത്സരിച്ചല്ലേ. ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥിക്ക് പാർലമെൻറ്റിൽ മത്സരിക്കാൻ വേണ്ടി എത്ര കാശാണ് ഓഫീസർ ചിലവാക്കാൻ? 85 ലക്ഷം. അതും സ്വന്തം പേരിലാണ് കേട്ടോ. സ്വന്തം പേരിൽ അക്കൗണ്ട്, പുതിയ അക്കൗണ്ട് തുടങ്ങണം. പഴയ അക്കൗണ്ട് പറ്റില്ല. ആ അക്കൗണ്ട് നാം വരവും ചെലവും അതിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. ഒരു ദിവസം ഞാൻ ഈ സഞ്ചരിക്കുന്ന അവസരത്തിൽ എൻ്റെ വണ്ടി തടഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ. വണ്ടി തടഞ്ഞ്, ഓ സാറ് പോയിക്കോ. ഞാൻ പറഞ്ഞത് എന്താപ്പാ? എല്ലാം ഒന്ന് പൈസേൻ്റെ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഞാൻ പറഞ്ഞത് അല്ല, പണം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, വോട്ടർമാർക്ക് കൊടുക്കാനൊരു ഇതുണ്ട്, സാറായതുകൊണ്ട് സാറ് പോയിക്കോന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയോട് ആളോ പോകുമ്പം വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ അകത്തുള്ള കാശ് പിടിച്ചെടുക്കും. അനധികൃത കാശാന്ന് പറയും. കാരണം എന്താ? അതേ വകുപ്പുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ടോറൽ ബോണ്ട്. എന്താ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറയുന്നത്? ഒരു മുതലാളി ഒരു 10,000 കോടി കൊണ്ടുപോയി ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനാ. അവർ ഓതറൈസേഷൻ ലെറ്റർ കൊണ്ടുവന്നാൽ സംഭാവന കൊടുത്തോളൂ എന്ന് പറയും. ഒരു രാഷ്ട്രീയ പാർട്ടി പോകുന്നു, അവർക്ക് 1000 കോടി അവനൊരു കൂപ്പൺ കൊടുക്കുന്നു. മുതലാളിയുടെ അടുത്ത് കാശ് വാങ്ങി വരുന്നു. കാശ് വാങ്ങി വരുമ്പം പോലീസ് പിടിച്ചാൽ എന്താ പറയുക? ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക. എന്ത്? ഇലക്ടോറൽ ബോണ്ട്. പിടിക്കാൻ പറ്റുമോ? ഇല്ല. നിയമം അനുസരിച്ച് അത്ര പറ്റുമോ? ഇല്ല. നിയമം അനുസരിച്ച് എങ്ങനെയാണ്? നിയമം അനുസരിച്ച് ഒരു 5 ലക്ഷം റുപ്യ 1 ലക്ഷം റുപ്യ കൂടുതലുണ്ടല്ലോ, അപ്പോൾ പിടിച്ചു വെക്കും. ബൂർഷാസി അവൻ്റെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും എല്ലാ അനധികൃതമായ അവൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവൻ ഏതെല്ലാം വഴിയിൽ കൊണ്ടുപോകാം അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള നമ്മൾ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പം മാർക്സത്തിലേക്കുള്ള ഇന്ത്യൻ വഴി എന്ന് പറയുമ്പം നമ്മുടെ ജനങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, ആ ജീവിതമാണ് ജനങ്ങൾ അനിവാര്യമായി കാണുന്നത്. നമ്മുടെ രാജ്യത്തിപ്പം ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് കോടാനുകോടി മനുഷ്യർ പട്ടിണിക്കാരാണ്. അത്രയും മനുഷ്യർ ഇപ്പം ജോലിയില്ലാത്ത ആളുകളാണ്. ഈ ജോലിയില്ലാത്ത മനുഷ്യരും കോടാനുകോടി പട്ടിണിക്കാരും വീടില്ലാത്ത മനുഷ്യരും എല്ലാമുള്ള ഇന്ത്യ മഹാരാജ്യം, നമ്മൾ വലിയ അഭിമാനത്തോടെ പറയുന്ന രാജ്യത്ത്, ഈ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം, മാർക്സ് പറഞ്ഞ കാര്യം ഓർക്കണം. ഇവിടെ നമ്മളെ മനുഷ്യന് മാനമായി ജീവിക്കാനുള്ള അവകാശം നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ച അവകാശമാണ്. ആ അവകാശം ഇവിടെ പണത്തിൻ്റെ ആർത്തിയുള്ളവർ ചേർന്നുകൊണ്ട് അവർ മുഴുവൻ കവർന്നെടുക്കുന്നു. അതാണ് ലോകം. ആ ലോകത്തിൽ ഇന്ത്യ എന്ന രാജ്യത്ത് ഇപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമ്മൾ 1920 താഷ്കണ്ടിലുണ്ടാക്കി, 25-ാം തീയതി ഇന്ത്യയിലുണ്ടാക്കി. അതാ കോൺപൂരിൽ വെച്ച് ഇന്ത്യ ഏകീകരിച്ചുണ്ടായത്. അത് പിന്നെ നമ്മൾ 2 പാർട്ടിയായി തർക്കം വന്നപ്പം 2 പാർട്ടിയായി പിരിഞ്ഞല്ലോ. ആ പിരിഞ്ഞത് വലിയൊരു ദുര്യോഗമായിരുന്നു. 2 പാർട്ടികളായത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പറഞ്ഞു പരിഹരിക്കാവുന്ന കാര്യമാണ്. 2 പാർട്ടികളായത് ദുര്യോഗമായിരുന്നു. അങ്ങനെ ഒരു ദുര്യോഗമില്ലായിരുന്നുവെങ്കിൽ ആയിരിക്കല്ലേ ഇന്ത്യ എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇന്ത്യയിൽ അത്രമാത്രം വളർന്നു പിരിയായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഓർക്കുക, 57 അധികാരത്തിൽ വന്ന് ആദ്യത്തെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വന്നപ്പോൾ EMS 60 ഒരു ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് നാട്ടിൽ ജനങ്ങളുടെ ധാരണ എന്താ? ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പോരാളിയാണ്, സമരം ചെയ്യുന്നവനാണ്, വെടികൊണ്ട് മരിക്കുന്നവനാണ്, ജയിലിൽ പോകാൻ ഒരു മടിയില്ലാത്തവനാണ്, എന്തിനും തയ്യാറാ. പക്ഷെ അവനെ ഭരിക്കാൻ അറിയോ? ഇല്ല. ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ഭരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഭരിക്കാൻ അറിയില്ല എന്ന് ധരിച്ച ആ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്യാനും പോരാടാനും ജയിലിൽ പോകാനും ദുരിതമനുഭവിക്കാനും വെടികൊണ്ട് മരിക്കാനും ഭരിക്കാനും അറിയാമെന്ന് തെളിയിച്ചു കൊടുത്തോ. അതാണ് 57 ഗവൺമെൻറ് എന്ന് സഖാബ് EMS പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണ്. അനുഭവമാണ് ഗുരുനാഥൻ. മനുഷ്യർക്ക്, ഇന്ത്യൻ മനുഷ്യർക്ക് അനുഭവപാഠം വേണം. അതിനനുസരിച്ചൊരു സാഹചര്യം വരുന്നു എന്ന ഒരു നേരിയ പ്രതീക്ഷ ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കുക. ഇനി വരുമ്പോൾ ബാക്കി കാര്യം പറയാം.
ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട 1-2 പേർ വരാതിരുന്നതിനാൽ സാധാരണ സംഭവിക്കുന്നതിന് വിപരീതമായിട്ട് നമ്മളിൽ ഇപ്പോൾ സമയമധികവും ആളുകൾ കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടെ മധുവും പിന്നെ പന്ന്യവും ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം പൊതുസംവാദത്തിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ എനിക്ക് പൂർണ്ണമായ യോജിപ്പാണ് ഒരുപക്ഷെ ഉണ്ടാവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒരു പക്ഷേ മെച്ചപ്പെട്ട അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനമായിരിക്കും. അതിനോടൊന്നൊരു വിയോജിപ്പുള്ള ആളല്ല ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഒരു പക്ഷേ പരോക്ഷമായി സഖാവ് പന്ന്യൻ രവീന്ദ്രനും അത് പറഞ്ഞ ഇതിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, അദ്ദേഹം ഗാന്ധിയെ പറ്റി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്, ആളുകൾ ഈശ്വര വിശ്വാസം ഉണ്ടാവുക, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നൊരു കാര്യം, അത് അവിശ്വാസികളുടെ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അതിനോട് അടുക്കുന്നതിനുള്ള അവിടെ ഒരു അസ്പർശ്യതയുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു അൺടച്ചബിലിറ്റി ഉണ്ട്. ഇത് തൊടാൻ പറ്റില്ല, ഇതൊരു വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. വിശ്വാസം മാത്രമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റ് മൂല്യങ്ങളും ഒന്നുമില്ലാത്ത, മൂല്യബോധമില്ല, ധാർമ്മികതയില്ല, ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഇതിനൊക്കെ ഞാൻ ചിലപ്പോൾ കുറച്ച് സിദ്ധാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഈ ആക്ച്വൽ എന്ന് ഞാൻ നേരത്തെ വിളിച്ച ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ് എന്നാണ് സാധാരണ മാർക്സിസ്റ്റ് ഒരു വിശകലന രീതി വെച്ച ആളുകൾ പറയാം. കാരണം നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ ബോധം തലതിരിഞ്ഞ് പോകുന്നു. അതായത് നമ്മൾ എന്താണോ നമ്മുടെ അവസ്ഥ, അതിനെ അല്ല നമ്മുടെ ബോധരൂപങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, മറ്റൊന്നാണെന്നാണ്. ഇപ്പം വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ തൊഴിലാളിയാവുക എന്നുള്ളത്, അയാൾ തൊഴിലാളിയാണോ? അയാൾ തൊഴിലാളിയാണെന്ന് അംഗീകരിക്കില്ല ഒരു പക്ഷേ. സത്യത്തിൽ തൊഴിലാണത്, തൊഴിലാളിയാണ്, വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ് സത്യത്തിൽ. നമ്മളീ പറയുന്ന കൂലിത്തൊഴിലിനേക്കാൾ കഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. പക്ഷേ വർഗബോധം എന്ന് പറയുന്നത് അവിടെ പ്രസക്തമാവില്ല. ചിലപ്പോൾ അയാൾ വർഗത്തിലല്ല അയാൾ ഉൾപ്പെടുന്നത്, അയാളുടെ അവസ്ഥയെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അയാൾ മറ്റു പലതുമായിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അയാൾ ടെക്നോക്രാറ്റായിട്ടായിരിക്കും, അയാൾ മറ്റെന്തെങ്കിലും ഐഡൻറ്റിറ്റി ആയിരിക്കും അയാൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് ഈ വർഗബോധത്തെ പറ്റിയുള്ള ഒരു കാര്യത്തിൽ. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ആ തൊഴിലാളി രൂപപ്പെടുക എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിലാണ് ആ തൊഴിലാളി രൂപപ്പെട്ടിട്ടുള്ളത്. യൂറോപ്പിൽ രൂപപ്പെട്ടുള്ള തൊഴിലാളി എന്ന് പറയുന്ന മാർക്സിൻ്റെ നിർവചനം അനുസരിച്ചുള്ള തൊഴിലാളി രൂപപ്പെട്ടത്. അത് നമുക്കറിയാം, സ്വത്തുടമ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം, ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. 18-ാം നൂറ്റാണ്ടോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും ഫ്യൂഡൽ ബന്ധങ്ങൾ തകരുകയും സ്വത്തുടമ ബന്ധങ്ങൾ മാറുകയും ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെടും. മാർക്സ് പറയുക സിവിൽ സൊസൈറ്റി രൂപപ്പെടുകയും ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒന്നുണ്ടാവുകയും സ്വന്തം ശരീരത്തിൻ്റെ ഉടമസ്ഥർ എന്ന രീതിയിൽ മനുഷ്യർ സ്വയം കാണുകയും ചെയ്യുകയാണ്. മാർക്സ് പ്രോലിറ്റേറിയസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. സന്താനോത്പാദന ശേഷി അല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ലാത്ത ആൾ എന്നാണ് പ്രോലിറ്റേറിയറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കുട്ടികൾ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് സന്താനോത്പാദന ശേഷി അല്ലാതെ മറ്റൊന്നും എന്ന് പറഞ്ഞാൽ ശരീരം മാത്രം സ്വന്തമായിട്ടുള്ള മനുഷ്യർ. പക്ഷെ ശരീരം സ്വന്തമാണ്. ശരീരം സ്വന്തമാവുക എന്ന് പറയുന്നത് തന്നെ ചരിത്രപരമായ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാവുന്നത്. കാരണം ശരീരം എന്ന് പറയുന്നത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ ആവുന്നില്ല. ആ ശരീരം എൻ്റെ അല്ല, എൻ്റെ ശരീരം അത് വേറെ ആർക്കും ഞാൻ കൊടുത്ത ശരീരമാണ്.
എൻ്റെ ശരീരം ഒരു 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 പ്രോപ്പർട്ടിയാണ്, ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി എന്നുള്ള വാക്കിൻ്റെ ആണ് മാൻസിയ എന്നുള്ള വാക്ക്. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നാണ്. ഒരു പ്രോപ്പർട്ടി അല്ലാതായി മാറുക എൻ്റെ ശരീരം, മറ്റുള്ളവരുടെ ഒരു പ്രോപ്പർട്ടി അല്ലാതായി മാറി എൻ്റെ ശരീരമായിട്ട് മാറുക. ആ ഒരു പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നടന്നു വന്ന ഒരു ഘട്ടത്തിലാണ് ഈ തൊഴിലാളി എന്ന് പറയുന്ന സ്വന്തം ശരീരം, തൊഴിൽ ശേഷി സ്വന്തമായിട്ടുള്ള ഒരു തൊഴിലാളി രൂപപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് തൊഴിലാളികൾ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല എന്നല്ല. ഈ തൊഴിലാളി എന്ന് പറയുന്ന വേജ് ലേബർ എന്ന് പറയുന്ന കൂലിത്തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, ശരീരം വിറ്റ് ജീവിക്കുന്ന മനുഷ്യർ, ഇതാണ് മാർക്സ് ഇതിനെ കാണുന്നത്. സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന മനുഷ്യരുണ്ടായി വന്ന ഒരു കാലഘട്ടത്തിലാണ് തൊഴിലാളി എന്നുള്ള സങ്കല്പം ആ നിർവചിതമായ അർത്ഥത്തിൽ ഉണ്ടാവുന്നത്. ആ തൊഴിലാളിയിലാണ് ഈ വ്യവസ്ഥയെ മാറ്റാനുള്ള കർത്തൃത്വം മാർക്സ് ഏൽപ്പിക്കുന്നത്. തൊഴിലാളി അവരുടെ വിമോചനത്തിനല്ല, മനുഷ്യരുടെ മുഴുവൻ വിമോചനത്തിന് വേണ്ടി ഉള്ള ഏജൻസി ഈ തൊഴിലാളിക്കാണ്. ആ തൊഴിലാളിയുടെ ശരീരത്തിലാണ് മാർക്സ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സിദ്ധാന്ത രൂപമാണ് മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞ, ആ പശ്ചാത്തലത്തിന് അപ്പുറത്തൊക്കെ യാതൊരു അർത്ഥമില്ല എന്നല്ല, അത് രൂപപ്പെട്ടു വന്ന അതിൻ്റെ സൈദ്ധാന്തിക സാമഗ്രികൾ, സിദ്ധാന്ത സാമഗ്രികൾ രൂപപ്പെട്ടു വന്ന ഒരു പ്രത്യേക സവിശേഷമായ പശ്ചാത്തലം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ട് മുതൽ പിന്നെ തകരാൻ തുടങ്ങിയ, അല്ലെങ്കിൽ തകരാൻ തുടങ്ങിയ 18-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഏതാണ്ട് തകർച്ചയിലെത്തിക്കഴിഞ്ഞ ഫ്യൂഡൽ ബന്ധങ്ങളുടെയും 16-ാം നൂറ്റാണ്ട് മുതൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ പുതിയ ഉൽപ്പാദന ശക്തികളുടെ വളർച്ചയുടെയും ഘട്ടത്തിൽ രൂപപ്പെട്ട ഒന്നാണ് എന്നുള്ളത് സത്യമാണ്. ചിലരത് വളരെ ഇതായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾ കടന്നു പറയും, മാർക്സിസത്തിന് 19-ാം നൂറ്റാണ്ടിൻ്റെ വെള്ളത്തിൽ മാത്രം ശ്വസിക്കാൻ കഴിയുന്നൊരു ജീവിയാണ് എന്ന്. അത് പൂർണ്ണമായും തെറ്റായിരിക്കും ചിലപ്പം. ഞാൻ ആ അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. പക്ഷേ ആ ഒരു സിദ്ധാന്ത സങ്കേതം നമ്മൾ ഇന്ത്യയെ പോലുള്ള സാഹചര്യത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം ചിലപ്പോൾ ഇതായിരിക്കുമെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഈ ഒരു അസ്പർശ്യത എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്പർശനത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ കിടക്കും. വർഗബോധവും വർഗം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവായിട്ടുള്ള കാറ്റഗറി, ആ കാറ്റഗറിയുടെ ഉള്ളിൽ അവർ സ്വയം പെടില്ല. അപ്പോൾ കസേര എന്ന് ഞാൻ ഒരു കസേരയെ പേരിടുമ്പോൾ കസേര സ്വയം കസേരയായി മാറുന്നില്ല. കാരണം അതിന് ആത്മനിഷ്ഠമായൊരു തലമില്ല. നിങ്ങളതിനെ കാറ്റഗറൈസ് ചെയ്തു. ആ കാറ്റഗറിയിൽ അത് ഫിറ്റിൻ ചെയ്യണമെങ്കിൽ, അതിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഈ പറഞ്ഞ വർഗബോധം എന്ന് പറയുന്ന സാധനം, തൊഴിലാളി എന്ന് ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു കാറ്റഗറി അനുസരിച്ച് ഞാൻ തൊഴിലാളിയാണ്, ഈ IT മേഖലയിലുള്ള ആളും തൊഴിലാളിയാണ്. പക്ഷേ അയാൾ തൊഴിലാളി ആവുന്നില്ല. ഈ ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു റോളാണ് പാർട്ടി എന്ന് പറയുന്ന സങ്കല്പം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ അവതരിപ്പിച്ചൊരു പാർട്ടി എന്നുള്ള സങ്കല്പം അതാണ്. അത് വളരെ പ്രധാനവുമാണ്. അതിൻ്റെ റോളൊരു പക്ഷേ ഈ മീഡിയേഷനാണ്. ആ മീഡിയേഷൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഫലപ്രദമായ രീതിയിൽ നടന്നില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴികളെക്കുറിച്ചുള്ള ആലോചനയിൽ ഒരു പ്രധാനപ്പെട്ട ആശയം. അതുതന്നെയായിരിക്കും ഒരു മറ്റൊരു രീതിയിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര എനിക്കത് കൂടുതൽ ഇതിൽ വിശദീകരിക്കാൻ ഇല്ല. ഞാൻ 5 മിനിറ്റ് സഖാവ് പന്ന്യൻ സംസാരിക്കും. ശ്രീ മധു ഇവിടെ പറഞ്ഞത് നമ്മുടെ തിയറിയെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് വേറെയുമാവാം, ഇനിയും വേണ്ടി വരും. പക്ഷെ തൊഴിലാളി എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ച പോലെ ഒരർത്ഥത്തിൽ മാത്രം തൊഴിലാളിയെ കാണണ്ട. ഇപ്പം ഇന്ത്യയിൽ നമ്മുടെ ഒരു അനുഭവമുണ്ട്. ഇന്ത്യയിൽ ബാങ്ക് ജീവനക്കാർ, ആരാ ബാങ്ക് ജീവനക്കാർ? ആ ബാങ്ക് ജീവനക്കാർ നടത്തിയ ഐതിഹാസികമായ സമരമുണ്ട്. ആ സമരത്തിൻ്റെ ഒടുക്കം ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, ബാങ്ക് ദേശവൽക്കരണം. നേരത്തെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യൻ്റെ പണം കൊണ്ടുപോയി അവൻ തടിച്ചു കൊടുത്ത് വലുതാവുന്ന ബ്ലേഡ് കമ്പനികളായിരുന്നു. ഇവിടെ നമുക്ക് എത്ര ബ്ലേഡ് കമ്പനികളുണ്ട്? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവസാനം ഒരു ബ്ലേഡ് കമ്പനി ലാബല്ല എന്ന
എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ ലാഭമില്ല എന്നാ. മറ്റൊന്ന് പറഞ്ഞ ടോട്ടൽ ഫോർ യു, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയെന്നാണ്. മനുഷ്യർ കൊണ്ടുപോയി പണം മുഴുവൻ അവിടെ കൊണ്ടുപോയി കളഞ്ഞ്. എങ്ങനെ വരുന്നൊരു സ്ഥിതിയിൽ സ്വകാര്യ ബാങ്കുകൾ നമ്മുടെ നാട്ടിൽ ആപത്താണെന്ന് അന്ന് പറഞ്ഞ് പോരാട്ടം നടത്തിയ ബാങ്ക് ജീവനക്കാരാണ്. അവർ താങ്കൾ പറയുന്ന പോലെ വൈറ്റ് കോളറാണ്, പക്ഷെ അവർ തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമാണ്. അവർ നടത്തിയ സമരമാണ് നമ്മുടെ നാട്ടിൽ ബാങ്ക് ദേശവൽക്കരണം ഉണ്ടായി. അതെല്ലാവർക്കും ബോധ്യമുണ്ടായത് അമേരിക്കയിൽ ഒരു ദിവസം ബാങ്കുകൾ എല്ലാം തകർന്നു പോയി. ഓർമ്മയുണ്ടോ? തകർന്നു പോയപ്പോൾ ബാങ്കിലുള്ള പണം നിക്ഷേപിച്ച ആളുകളെല്ലാം ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അവന് പെട്രോൾ അടിക്കണമെങ്കിൽ കാർഡ് വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ കാർഡ് വേണം, ഏത് കാര്യത്തിനും കാർഡ് വേണം. ഒരു കാർഡും എടുക്കുന്നില്ല. പെട്രോൾ പമ്പിൽ പോയപ്പോൾ എണ്ണ കൊടുത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും പറയേണ്ടി വന്നു, ഇങ്ങനെ ഗവൺമെൻറ് ഒരു കൃത്യമായ നിയന്ത്രണമില്ലാതെ ബാങ്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് തൊഴിലാളി വർഗം എന്ന വിവക്ഷ നമ്മൾ ഏതെങ്കിലും സംഘടിതമായി കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ നാട്ടിലിപ്പോൾ ടെക്നോ പാർക്ക്, കേരളത്തിലെ ടെക്നോ പാർക്കുകളിൽ 2,19,000 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവർ ടെക്നോ പാർക്കിലാണ്, ഓഫീസേഴ്സ് എന്നോ അല്ലെങ്കിൽ സാങ്കേതിക ജീവനക്കാരോ ഒന്ന് പറയാം, പക്ഷെ അവരും തൊഴിലാളിയാണ്. മനുഷ്യൻ്റെ തൊഴിൽ ചെയ്യാനുള്ള കർമ്മശേഷി, ആ ശേഷി മാർക്സ് കാണാത്തതുകൊണ്ടല്ല. മാർക്സ് അന്ന് പറഞ്ഞ തൊഴിലാളി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നിർവചനത്തിൽ ഒതുക്കണ്ട, വളരെ വിപുലമായ നിർവചനം വേണം. അതുകൊണ്ട് ലോകത്തിലെ ഈ മാറ്റം നമ്മുടെ രാജ്യത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മാർക്സിസ്റ്റ് ഐഡിയോളജിയിലേക്കുള്ള ഒരു യാത്ര നമ്മൾ ആലോചിക്കുന്നത്. ആ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ആ യാത്ര വളരെ പ്രസക്തവുമാണ്. നമ്മളങ്ങനെ പോയേ മതിയാവും. കാരണം എന്താ, നമ്മൾ ഇതുവരെ എല്ലാം നേരെ നടക്കും, ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആൾ മാറി വരും, നമ്മൾ പോയി മറ്റവർ പോയാൽ ഇപ്പം വരും എന്നൊക്കെ നമ്മൾ ധരിച്ച. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഫുട്ബോൾ കളിയിൽ പ്രധാന കുമ്മായവരൊക്കെ പുറത്ത് പോയാൽ പിന്നെ പുറത്തുകൂടി ഒരു ഗോളടിച്ച കണക്ക് വിട്ടു. അത് കണക്ക് വിട്ടില്ല. എന്നാൽ ഇപ്പോഴെന്താ, കുമ്മായവര പ്രശ്നമല്ല, എല്ലാം തീരുമാനിക്കുന്ന റഫറിയാ, മുമ്പ് റൈറ്റാന്ന് പറയും, അപ്പോൾ ഗോളായി. ആ രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ സത്യവും ധർമ്മവും നീതിയും എല്ലാം ഇവിടെ ചവിട്ടി മെതിക്കുന്നു നമ്മുടെ നാട്. ആ ഘട്ടത്തിൽ മാർക്സിസത്തിൻ്റെ വഴിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മുടെ നാട് അനിവാര്യമാക്കി തീർത്തിരിക്കുന്നു സാഹചര്യം എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയട്ടെ. ഞാൻ നിർത്താം. ഇനി ഓപ്പൺ സെഷനാണ്. അതിന് മുമ്പ് 2 മിനിറ്റ് ഞാൻ ഇതൊന്ന് സമ്മപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പം നടന്നിട്ടുള്ള ചർച്ചകളിൽ വിയോജിപ്പിന് സ്കോപ്പൊന്നുമില്ല. കാരണം മാർക്സിസത്തിൻ്റെ മധു പറഞ്ഞതുപോലെ പ്രയോഗവും സിദ്ധാന്തത്തെക്കുറിച്ച് ആർക്കും തർക്കമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഇതിൻ്റെ പ്രയോഗത്തെപ്പറ്റി സ്വാഭാവികമായിട്ടും തർക്കമുണ്ടാവും. അങ്ങനെ ധാരാളം തർക്കം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തർക്കത്തിലെ ചിലത് സഖാവ് പന്ന്യൻ സൂചിപ്പിച്ചതുപോലെ അർത്ഥശൂന്യമായ തർക്കങ്ങളാണ്. ഒന്ന്, 920-ലാണോ 25-ലാണോ ഉണ്ടായത്? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇന്നെന്താ പ്രസക്തി? 920-ലുണ്ടായാലും 925-ലുണ്ടായാലും അതുണ്ടായല്ലോ. പിന്നീട് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചയല്ലാതെ അതെന്നുണ്ടായി എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചർച്ചയല്ല ഇന്ന്. മാർക്സിസം ആത്യന്തികമായിട്ട് ഉത്തരം തേടുന്നത് 3 ചോദ്യങ്ങൾക്കാണ്. ഒന്ന്, ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ നില എന്താണ്, സ്ഥിതി എന്താ? അതിനെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനാണ് ആദ്യം ശ്രമിക്കുന്നത്. രണ്ടാമത്, ഈ സമൂഹം മാറണോ മാറണ്ടയോ? മാറണം എന്നാണെങ്കിൽ ആ മാറ്റത്തിൻ്റെ ചാലകശക്തിയായി വർത്തിക്കേണ്ടുന്ന ശക്തി ഏതാണ്? മാർക്സിസത്തിന് അതിൻ്റെ ഉത്തരം തൊഴിലാളി വർഗം എന്നുള്ളതാണ്. 3, ആ ചാലകശക്തിയെ വളരെ ചലനാത്മകവും ക്രിയാത്മകവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായിട്ടുള്ള ചാലകശക്തി ഏതായിരിക്കും? ആ ശക്തി തൊഴിലാളി വർഗ പ്രസ്ഥാനവും പാർട്ടിയുമാണ്. ഇതാണ് മാർക്സിൻ്റെ ഉത്തരം. ഇത് മാർക്സ് അങ്ങ് ഖണ്ഡിതമായി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയല്ല. ഈ അഭിപ്രായത്തിനോട് സ്വാഭാവികമായിട്ടും എതിർപ്പുള്ളവരുണ്ടാവാം. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന ചാലകശക്തിയെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മഹാപണ്ഡിതന്മാർ തമ്മിലുണ്ടാവാം. അതേത് കാലത്തുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് ദർശനം മറ്റേത് ദർശനത്തെക്കാളും മികച്ചത് എന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നത്? ചിലർ പറയും
മാർക്സ് ഒരു മഹാപണ്ഡിതനായിരുന്നു, ശരിയാണ്. മാർക്സ് ഒരു മഹാപണ്ഡിതനായിരുന്നു, ഒരു തർക്കവുമില്ല. പക്ഷേ മാർക്സിനേക്കാൾ പാണ്ഡിത്യം ഒട്ടും കുറഞ്ഞവരായിരുന്നില്ല മാർക്സിന് മുമ്പ് കടന്നു പോയിട്ടുള്ള ദാർശനികന്മാരിൽ പലരും. ഇപ്പോൾ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, ബെൻതാം, ബെർക്കിലി, ഹ്യൂം, ലോക്ക്, വോൾട്ടയർ, റൂസോ, ഇതിലാരാ പാണ്ഡിത്യത്തിന് പിന്നിൽ നിൽക്കുന്നവർ? പക്ഷെ എന്താ അവരെ നിന്നും മാർക്സിനെ മാറ്റി നിർത്തുന്നത്? ഇവരെല്ലാം അതാത് അവർ ജീവിച്ച കാലഘട്ടത്തിലെ സമൂഹത്തെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയിട്ടുള്ളവരാ. ആ വിലയിരുത്തിയ നിർത്തിയവർ രോഗമൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എന്താ രോഗം മാറ്റാനുള്ള ചികിത്സ? അതിവരാരും പറയുന്നില്ല. അവിടെയാണ് മാർക്സിൻ്റെ വ്യത്യാസം. മാർക്സ് സമൂഹത്തിൻ്റെ കുഴപ്പങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളുടെ ഭീകരമായ അവസ്ഥയും വിശകലനം ചെയ്യുന്നതോടൊപ്പം ആ അവസ്ഥ മാറ്റി ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടെ നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ടാണ് മാർക്സിസം മറ്റേത് ദർശനത്തേക്കാൾ കൂടുതൽ സക്രിയമായ ഒരു ശാസ്ത്രമായിട്ട് മാറുന്നത്. അതാണ് അതിൻ്റെ മൗലികമായ സത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഓപ്പൺ സെഷനാണ്. നിങ്ങൾക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ചോദിക്കാനുള്ള സമയമാണ്. കൃത്യം 11:30 ഇത് അവസാനിപ്പിക്കും. അതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് ചോദിക്കുക, വ്യക്തമായിട്ട് ചോദിക്കുക. എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ് എൻ്റെ പേര്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാ സംസ്ഥാനങ്ങളിലും MP-മാരും MLA-മാരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളിപ്പോൾ പുറകോട്ട് പോയി വളരെ കേരളം അങ്ങനെ ചില സംസ്ഥാനങ്ങൾ മാത്രമായി ഒതുങ്ങി. അതിന് നമ്മൾ ഈ ഇന്ത്യയിലെ ദലിത് രാഷ്ട്രീയവും അപ്ഡേഷനും എത്രമാത്രം വിലയിരുത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, രാമൻ മര്യാദ പുരുഷനാണ്, ഇന്ത്യക്ക് മാതൃക കാണിച്ചു എന്നാണ് സഖാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത്. സംഭൂകൻ്റെ തല അർത്ഥവൻ എങ്ങനെയാണ് മര്യാദ പുരുഷനാവുക? മറ്റൊന്ന്, സ്വന്തം ഭാര്യയെ അവിശ്വാസത്തിൻ്റെ പേരിൽ കാട്ടിലേക്ക് വിട്ടതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ മര്യാദ പുരുഷനാവാന്ന് എനിക്ക് മനസ്സിലായില്ല. വിശ്വാസത്തിനെ തകർത്തുകൊണ്ടാണ് നാരായണഗുരു നെയ്യാറിന്ന് കല്ലെടുത്ത് ശിവലിംഗ എന്ന് പറഞ്ഞത്. സവർണബോധത്തിനെതിരായിട്ടുള്ള ചൂണ്ടുവരലായിരുന്നു. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നിട്ടുള്ളത്. ഈ രണ്ട് ചോദ്യമാണ് ഞാൻ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിച്ച പിന്നെ ഉത്തരം കിട്ടില്ല. അതാണ് എന്നോട് പറഞ്ഞത്. ഈ രണ്ട് ചോദ്യമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിദയനീയമായി പരാജയപ്പെടാനുള്ള കാരണം ഈ സവർണബോധമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ഒപ്പം നിൽക്കാൻ നമ്മൾ ഇനിയും നമ്മളെ എത്രമാത്രം അതിൽ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ചോദ്യം ഇത്രയാണ്. ഈ രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഇന്ന് ഉത്തരം പറയേണ്ടതെന്ന് പറയണോ? എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ആണോ? ശരി. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ സാവന് പുസ്തകം തന്നിട്ടുണ്ട്. ശരി. എൻ്റെ പ്രിയ സുഹൃത്ത് ജയപ്രകാശ് പറഞ്ഞ സംശയം വളരെ പ്രധാനപ്പെട്ട സംശയമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് തീർക്കാൻ കഴിയില്ല. കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാന കേരളം. നമ്മൾ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്ന നാരായണഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബടാനന്ദ സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഒരു വലിയ നിര. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നൊരു വികാരം, ആ വികാരവും ഇതും കൂടി എല്ലാം ചേർത്തുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ യാത്രയിൽ അവരുടെ മുദ്രാവാക്യം കേരളത്തിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് ജയപ്രകാശ് മറക്കൂലല്ലോ. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളത്തെ ഇതുപോലെ കൊണ്ടുവന്നത്. കാരണം വഴി നടക്കാൻ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ചാന്നാർ റോഡുണ്ടായിരുന്നു അവിടെ, എവിടെ, ചേർത്തലയിൽ. നമ്മുടെ നാട്ടിൽ ഈ മലബാറിൽ ബ്രിട്ടീഷ് മലബാറാണല്ലോ നമ്മൾ.
ഈ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, ഈ വയനാട് ജില്ലേൻ്റെ മാനന്തവാടി വരെയുള്ള സ്ഥലം, തൃശ്ശൂർ ജില്ലേൻ്റെ ഒരു ഭാഗം ചേർന്ന പഴയ മലബാർ, ബ്രിട്ടീഷ് മലബാറും അപ്പുറത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഭരണവും കൊച്ചി രാജാവിൻ്റെ ഭരണവും, ഈ 2 കേന്ദ്രങ്ങളായിരുന്നു ഈ കേരളത്തിൽ. ആ 2 കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഈ ദുരിതം ജാതിയുടെ പേരിൽ അനുഭവിക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ഈ ഭാഗത്താണ്. ശ്രീനാരായണ ഗുരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം നമ്മൾ മറക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നമ്മൾ ജാതി എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ എതിർക്കേണ്ട ശക്തി. ഈ ജാതി ഉന്നത കുലജാതർക്ക് അവർക്ക് ആ സേവനങ്ങളെല്ലാം സൗജന്യമായി കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ജാതി. ഉദാഹരണം, അന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഞാൻ കേട്ടതാണ്, നമ്മളെ തകഴി എഴുതിയ തോട്ടിയുടെ മകനാണ് തോട്ടി. തോട്ടി തലയിൽ മലഞ്ചുമെന്ന് പോകുന്ന തോട്ടിയെ ഞാൻ കണ്ടതാണ് നേരിട്ട്. സീക്കണനായിരുന്നു നമ്മുടെ തോട്ടി തൊഴിലാളികളുടെ നേതാവ്. അന്ന് തോട്ടി എന്ന് പറഞ്ഞ വിഭാഗം അതാരാ ഉണ്ടാക്കിയത്? സവർണർ. എന്തിനു വേണ്ടിയാ? അവന് വീട്ടിൽ മലമെടുത്ത് കൊണ്ടുപോകാൻ ആൾ വേണം, അതുകൊണ്ട് തോട്ടി. തെങ്ങിൽ കയറി ചെത്താൻ ആൾ വേണം, അതുകൊണ്ട് ഈഴവൻ. അവന് തുണി അലക്കാൻ ആൾ വേണം, അതിനൊരു ജാതി. എല്ലാം ജാതിയും ഉപജാതികളും ഉണ്ടാക്കി അവൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ട് ഈ ജാതിക്കാർക്ക് അവർക്ക് കൂലി ചോദിക്കാൻ പാടില്ല, കൊടുത്ത് വാണെന്ന. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ആദ്യം എതിർക്കേണ്ടത് ഈ ജാതിയാണ്. ഇത് വർഗപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരേർപ്പാടാണ്. ആർക്ക് വേണ്ടി? സവർണർക്ക് വേണ്ടി. അത് ഇന്ത്യയിൽ പറഞ്ഞത് നാരായണ ഗുരു മാത്രമാണ്. ആ നാരായണ ഗുരുവിൻ്റെ നാടായത്. ആ നാരായണ ഗുരുയുടെ നന്മ, അദ്ദേഹത്തിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ. അതുകൊണ്ടാണ് ഡോക്ടർ പൽപ്പു അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ടപ്പം ഇവിടെ പറഞ്ഞു, ഈഴവർ അനുഭവിക്കുന്ന ദുരിതം തിരുവിതാംകൂർ ഭാഗത്ത്. അതെല്ലാം പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അതിനെന്തിനാ എൻ്റെ അടുത്ത് വന്നത്? നിങ്ങൾക്ക് അവിടെയുണ്ട് ശ്രീനാരായണൻ, അദ്ദേഹത്തെ കൊണ്ടുപോയി നിങ്ങളുടെ ആത്മീയ ഗുരുവാക്കൂ. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പി. അതൊരു ഭാഗത്ത്. മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞ രാമായണവും മഹാഭാരതവും, 2 കാവ്യങ്ങളും വളരെ പ്രധാനമാണ്. ഇപ്പോൾ തെറ്റും ശരിയും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. രാമനെക്കുറിച്ച് നിങ്ങൾ പറയും, രാമൻ പ്രജാതൽപരനായ ഭരണാധികാരിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സീതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സീതയെപ്പോലെ ഒരു സ്ത്രീ ലോക ചരിത്രത്തിൽ എവിടെയുണ്ട്? സീത എന്ന് പറയുന്ന ആ സ്ത്രീയില്ലേ, ആ സ്ത്രീ എല്ലാ ദുരിതം അനുഭവിച്ചുകൊണ്ട് അവർ അവസാനം കാട്ടിലെത്തിയപ്പം ലക്ഷ്മണനോട് പറഞ്ഞ വാക്കാ, അനിയ എനിക്ക് പ്രശ്നമില്ല. ലക്ഷ്മണൻ പറയുന്നു, ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതല്ല, രാജകൽപ്പനയാണ്, ആവട്ടെ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഹൃദയം നിറയെ രാമനാണ്. രാമൻ ലോകത്ത് എത്ര ഉയരത്തിൽ വരുന്നുവോ അത്രയും എൻ്റെ ഹൃദയത്തിൽ ആഹ്ലാദമാണ്. എൻ്റെ ദുരിതങ്ങൾ പ്രശ്നമല്ല. മാത്രമല്ല, സീതാദേവിയെ ആദ്യമായി ഒളിവിൽ കണ്ടുമുട്ടിയത് ഹനുമാനോട് സീത, ഈ ഹനുമാൻ പോയി പറയുന്നു, ഭവതി എൻ്റെ തോളിൽ കയറിക്കോ. എന്താ പറഞ്ഞതെന്നറിയോ സീത ഹനുമാനോട്? അപ്പം രാവണൻ എന്നെ കട്ട് ഇവിടെ കൊണ്ടുവന്നു, നമ്മൾ തിരിച്ച് കട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. എന്ത് ധർമ്മമാണത്? എക്കാലവും പ്രസക്തമാണത്. ഒരു മോഷണത്തിന് മറ്റൊരു മോഷണം സമാധിയായോ? തീർന്നോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യമുണ്ട്, എന്നെ നിങ്ങൾ തോളിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഈ രാവണൻ്റെ സൈന്യം ആക്രമിച്ചാൽ നിങ്ങൾ സ്വയം രക്ഷപ്പെടുമോ, എന്നെ രക്ഷപ്പെടുത്തുമോ? മൂന്നാമത്താണ്, താങ്കൾ ഒരു പുരുഷൻ, ഞാൻ ഒരാളുടെ ഭാര്യ. താങ്കളുടെ തോളിൽ ഞാൻ അയോധ്യയിൽ പോയി ഇറങ്ങിയാൽ അയോധ്യാവാസികൾ ധരിക്കും. ഇത് പ്രസക്തമാണ്. രാമായണം ശരിക്കും വായിക്കുമ്പോൾ നമുക്കതെല്ലാം ബോധ്യമാവും. രാമായണം എന്ന കാവ്യത്തെക്കുറിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. രാമായണത്തെ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. രാമായണത്തെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച് അങ്ങനെയല്ല. പക്ഷേ ഗാന്ധി പറഞ്ഞ രാമായണം അതല്ല. ഇന്ത്യൻ ജനമനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസമുണ്ട്, ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസം ജയപ്രകാശ് അത് എതിർത്തുകൊണ്ട് ഇവിടെ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പറ്റില്ല. എതിർത്തുകൊണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ നമ്മൾ യുക്തിവാദി സംഘമായി മാറും. അതിന് പകരം ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ എൻ്റെ വീട്ടിലും ദൈവവിശ്വാസികളുടെ, എൻ്റെ മക്കളാരുമല്ല. പക്ഷേ ദൈവവിശ്വാസികളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. കാരണം എന്താ? അവർ തങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം കൊണ്ടുപോയി ഇറക്കി വെക്കാനുള്ള അത്താണിയാണല്ലോ ഇത്.
അവരെല്ലാം ഇതല്ലേ, അതാണ് മാർക്സ് പറഞ്ഞത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാ. എന്നാൽ അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും വിയർപ്പ് ഒഴുക്കുന്നവനും അവൻ്റെ ദുഃഖം ഇറക്കി വെക്കാനുള്ള അത്താണി കൂടിയാണെന്നാണ് പറഞ്ഞത്. ആ അത്താണിയാണ് മതം. ആ മതമെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ ഈ തർക്കത്തിൽ പോണ്ട. വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ചേർന്ന ഇന്ത്യ സമൂഹം, അതിൽ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. ഞാൻ വിശ്വാസിയല്ല, ഒരിക്കലുമല്ല. പക്ഷേ എനിക്ക് ഈ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാം എനിക്ക് ഏറ്റവും ബഹുമാനമാണ്. നിങ്ങൾ ഒരുപാട് വിശ്വാസികളെ കാണും, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികൾ ഒരുപാട് തെറ്റിയില്ല. ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം നിങ്ങളെയാണ്. നിങ്ങളാണ് നമ്മുടെ ദൈവങ്ങൾ. ചോദ്യങ്ങളുണ്ടെങ്കിൽ വേഗം ചോദിക്കുക. ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ 2 പുസ്തകങ്ങളാണല്ലോ, ഫുക്കുയാമയുടെ എൻഡ് ഓഫ് ഹിസ്റ്ററിയും അതുപോലെ ഹണ്ടിങ്ടൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ. ഈ ഹണ്ടിങ്ടൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ്റെ ആമുഖത്തിൽ അദ്ദേഹം തന്നെ അതിന് ഫൈനാൻസ്, ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ റിസർച്ചിന് വേണ്ടി ഫൈനാൻസ് ചെയ്ത 2 ഫൗണ്ടേഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു. പക്ഷെ ആ ഫൗണ്ടേഷനുകൾ CIA-ക്കും ഫണ്ട് ചെയ്യുന്ന ഫൗണ്ടേഷനുകൾ. ഇവർ 2 പേരും പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സാണ്. അപ്പോൾ പോസ്റ്റ് മോഡേണിസം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ സ്വത്ത് രാഷ്ട്രീയം, അതുപോലെ ജാതി രാഷ്ട്രീയം, ഇതൊക്കെ കൂടുതൽ വളർത്തുന്നതിന് പോസ്റ്റ് മോഡേണിസം അമേരിക്കൻ സാമ്രാജ്യം ഫണ്ട് ചെയ്ത് മാർക്സിസത്തിന് എതിരെ കൊണ്ടുവന്ന ആശയ പദ്ധതിയല്ലേ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ മാർക്സിൻ്റെ മൂലധനം വായിക്കുകയാണെങ്കിൽ ഒറിജിൻ ഓഫ് ക്യാപിറ്റലിസം എഴുതിയിട്ടുണ്ട്. മുതലാളിമാരുടെ ഒറിജിൻ. മാർക്സ് യൂറോപ്യൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് ഏറ്റവും അതിൻ്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ആർട്ടിസാൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ടാറ്റ തൊട്ട് അഡാനി വരെ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കച്ചവട കമ്മ്യൂണിറ്റികളാണ് ഇവിടെ മുതലാളിമാരായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ക്യാപിറ്റലിസ്റ്റുകളായിട്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ജാതിയാണെന്ന് കാണാൻ കഴിയും. ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നേരാണെങ്കിലും ഒറ്റ കാര്യം പറയാം, CPI-ൻ്റെ പരിപാടി അതല്ലേ എങ്ങനെ കാര്യങ്ങൾ നടത്തുമെന്ന് പറയുന്നത്. 2000 അത് അപ്ഡേറ്റ് ചെയ്തു. അതിനു മുമ്പുള്ള 64 ഉണ്ടാക്കിയ പരിപാടി, അതിൽ ജാതിനെ കുറിച്ച് വലിയ വ്യത്യാസമുണ്ട്. വളരെ പ്ലെയിനായിട്ടാണ് ആദ്യത്തെ അതിൻ്റെ മുന്നുണ്ടായിരുന്ന പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതുക്കിയ പരിപാടിയിൽ ജാതിയെ വിശദമായി ക്യാപിറ്റലിസത്തെ ട്രാൻസെൻഡ് ചെയ്യുന്നതിന് മുന്നുപാധിയായിട്ട് കാസ്റ്റിസത്തെ എതിർക്കണം, അതിനെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരാജയമായി കാണാൻ കഴിയും. മധുസാറിനോടാണ് ചോദ്യം. ചോദ്യം കഴിയുന്നതും ഹ്രസ്വമായി ചോദിക്കണം. വിശദാംശങ്ങളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമയമുണ്ടാവില്ല. രാജമാഷ് പറഞ്ഞ പോലെ അത് ഒരു പക്ഷേ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് വളരെ പ്രസക്തമായ രണ്ടല്ല ശരിക്കും 3 നിരീക്ഷണങ്ങളാണ് അതിലുള്ളത്. ചോദ്യത്തൊക്കെ കൂടുതൽ നിരീക്ഷണങ്ങളായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞ കാര്യം സത്യത്തിൽ ഇതിൽ ആവശ്യമില്ലാത്തൊരു ചോദ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിവിടെ പോസ്റ്റ് മോഡേണിസത്തെ പറ്റി എന്തെങ്കിലും പറയുകയോ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ പറ്റി പറയുകയോ ചെയ്തില്ല. ഐഡൻറ്റിറ്റിയും വർഗബോധവും എന്നുള്ളൊരു പ്രശ്നമാണ്. അത് നല്ല ലക്ഷണമൊത്തൊരു മാർക്സിസ്റ്റ് പണ്ഡിതൻ, ഒട്ടും പോസ്റ്റ് മോഡേണിസ്റ്റ് അല്ലാത്ത ലൂക്കാച്ച് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്
മറ്റൊരു ശരിയായിരിക്കും, ഒരു പ്രശ്നം വളരെ ശരിയായിരിക്കും. ഈ ഒരേ ഇതൊരു ഫണ്ടഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഇത് വളരെ മുമ്പേ ഉള്ളൊരു വിമർശനമാണ്, പോസ്റ്റ് മോഡേണിസ്റ്റുകളെ പറ്റിയുള്ളൊരു വിമർശനമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്നാമത് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ലേബലിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. ആരായി പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് എനിക്കറിയില്ല. സച്ചിദാനന്ദ മാഷ് പോസ്റ്റ് മോഡേണിസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറയുന്ന ആ ലേബലിട്ട ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഒരു സൗകര്യത്തിൻ്റെ പേരിൽ ആണ് ആ വിളി എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാക്കാതിരിക്കാനുള്ളൊരു വഴി അയാളെ ഒരു പേരിടുക എന്നുള്ളതാണ്. നിങ്ങൾ പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അയാൾ പോസ്റ്റ് മോഡേണിസ്റ്റായി. അതുകൊണ്ട് എനിക്കത് ആ ഒരു ലേബലിംഗ് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ടും അത് ഇവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ടും ഞാൻ ഐഡൻറ്റിറ്റിയെ പറ്റിയുള്ളൊരു കാര്യം പറയാൻ ശ്രമിച്ചത്. ചിലപ്പോൾ ഈ എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഈ ചോദ്യം വളരെ പ്രധാനമായിരിക്കും. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ, വർഗം എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നവും, ഈ രണ്ട് സൈദ്ധാന്തിക സംവർഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട്. അത് തിയറിയുടെ തലത്തിൽ മറികടക്കാനുള്ള ശ്രമങ്ങളും പ്രയോഗത്തിൻ്റെ തലത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ഇപ്പം സവർണയ്യപ്പനാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഈ ഈഴവർ ഹിന്ദുക്കളാവുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം അത്. ഒരു ഈഴവൻ എന്ന് നിങ്ങൾ ജാതീയമായി വർഗീകരിക്കപ്പെട്ട ഒരാൾ ഹിന്ദുവാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബോധമാണ്. നിങ്ങളുടെ ബോധത്തിൻ്റെ തലത്തിൽ അങ്ങനെ ഒരു ദൃഢീകരിക്കപ്പെട്ട ഒരു വിശ്വാസമായിട്ട് ഞാൻ ഹിന്ദുവാന്ന് ഒരു ഈഴവന് തോന്നുന്നത് കാലപ്പഴക്കം കൊണ്ട് നിങ്ങളുടെ ചങ്ങല നിങ്ങളുടെ സ്വന്തമാണെന്ന് തോന്നുന്നത് പോലെയാണ് എന്നാണ് അയ്യപ്പൻ പറഞ്ഞത്. ഇത് വളരെ വലിയൊരു പ്രസ്താവമാണ് എനിക്ക് തോന്നുക. കാരണം ഇതാണ് സവർണയ്യപ്പൻ ശരിക്കും തൊട്ടത് ഈ ഒരു പ്രശ്നത്തെയാണ്. എങ്ങനെയാണ് ഒരാളുടെ ബോധം നിങ്ങളെ ഒരു കാറ്റഗറിയുടെ ഉള്ളിൽ നിങ്ങൾ പെടുത്തി അയാൾ അതായി മാറുകയോ അതല്ലാതായി മാറുകയോ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ആ ഒരു ഡൈനമിക്സ് അത് പ്രധാനമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു വർഗബോധം എന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചത്. രണ്ടാമത് എൻ്റെ സുഹൃത്തിൻ്റെ നിരീക്ഷണത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലുള്ള ഈ ബൂർഷ്വ എന്ന് നമ്മൾ വിളിക്കുന്നത് രൂപപ്പെട്ടു വന്നതിൻ്റെ അതിൻ്റെ ജാതീയമായ ചില കാര്യങ്ങൾ, അത് വളരെ പ്രസക്തമായൊരു നിരീക്ഷണമായിരിക്കും. ചിലപ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മുകളിൽ ഉത്തരം. അതിന് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പം യൂറോപ്പിലാണെങ്കിലും ജാതിയായിരിക്കില്ല, യൂറോപ്പിലാണെങ്കിലും ബൂർഷ്വാസി എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നത്, ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ ഇടത്തരം എന്ന അർത്ഥം, മധ്യവർഗം എന്ന അർത്ഥം. അത് ഒരു മധ്യവർഗത്തിന് ഉത്പാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥാവകാശം ഉണ്ടായ ഒരു പ്രത്യേക ചരിത്ര ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ഘട്ടത്തിലാണ്. അല്ലാതെ മധ്യവർഗത്തിൽപ്പെട്ടവരാണ് ബൂർഷ്വാസി. ബൂർഷ്വാസി എന്നുള്ള വാക്കിൽ തന്നെ സിറ്റി എന്നാണ് അർത്ഥം, സിറ്റി ഡ്വെല്ലിംഗ് ആണത്, നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ എന്നാണ്. ഈ നഗരത്തിൽ താമസിക്കുന്ന മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഉൽപ്പാദന ഉപകരണങ്ങളുടെ അവകാശം കൈവന്ന ഒരു പ്രത്യേക ഘട്ടമാണ് മാർക്സ് ബൂർഷ്വാസി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ. അത് പലതരത്തിലുള്ള ഘടകങ്ങൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ഒരു വിഭാഗം രൂപപ്പെട്ട് വന്നതിൽ പല ഘടകങ്ങളുണ്ടായിരിക്കും. അത് വളരെ സോഷ്യോളജിക്കലായിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിരിക്കും. മൂന്നാമത്തെ കാര്യം ഈ പാർട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു സഖാവ് പന്ന്യനായിരിക്കും അതിനെപ്പറ്റി മറുപടി പറയാൻ കഴിയാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രശ്നം എന്തായാലും പ്രധാനമാണ് എന്ന് മാത്രമാണ് ആ മൂന്നാമത്തെ നിരീക്ഷണത്തെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹലോ, എൻ്റെ പേര് ഷാൻഡോലാൽ. ഈ മാർക്സിസത്തിൻ്റെ പ്രശ്നം വർഗസമരത്തിൻ്റെ പ്രശ്നമായിട്ടാണ് മാർക്സ് അടിസ്ഥാനപരമായി ഊന്നുന്നത്. അപ്പോൾ വർഗങ്ങളാൽ വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമീപനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ജനാധിപത്യത്തിന് വേണ്ടിയും സോഷ്യലിസത്തിന് വേണ്ടിയും വർഗങ്ങളില്ലാത്ത ഒരു വർഗരഹിത സമൂഹത്തിന് വേണ്ടിയുമുള്ള സമരങ്ങളിലൂടെ കൊണ്ടുപോകേണ്ടതിൻ്റെ പ്രശ്നമാണ് മാർക്സ് അടിസ്ഥാനപരമായി ഉന്നയിച്ചത്. അപ്പോൾ അതിന് വർഗസമരം, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള വർഗസമരം ലോകത്ത് നടന്നു. ബൂർഷ്വാ ജനാധിപത്യം ഉണ്ടായി. തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി വർഗ ജനാധിപത്യം എന്നുള്ള നിലയ്ക്ക് ആ വിപ്ലവം നടന്നു. പിന്നീട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിനെ രണ്ടിനെയും കോർത്തിണക്കുന്ന തരത്തിൽ ഒരു ന്യൂ ഡെമോക്രസി എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ ജനാധിപത്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു. സോഷ്യലിസ്റ്റിലേക്ക് മുന്നേറി തിരിച്ചടി നേരിട്ടു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ഇന്ത്യയിലെ
ഇപ്പോൾ പന്ന്യൻ സഖാവ് സൂചിപ്പിച്ചത് ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ച ഒരു സൂചന പറയുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ നാടുവാഴിത്തത്തിൻ്റെ അവസ്ഥയിലുണ്ടായിരുന്നൊരു സൊസൈറ്റി. ഒരുപാട് സമരങ്ങളൊക്കെ നടന്നതിൻ്റെ ഭാഗമായി നാടുവാഴിത്തത്തിലൊക്കെ പരിവർത്തനങ്ങൾ സംഭവിച്ച് ഒരു സെമി ഫ്യൂഡൽ സമൂഹമായി ഇവിടെ നിൽക്കുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശേഷം ഒരു പുത്തൻ കൊളോണിയലിസം എന്നുള്ള നിലയ്ക്ക് ഒരു സെമി കൊളോണിയൽ സൊസൈറ്റിയായിട്ട് നിലനിൽക്കുന്നതാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് വെറുതെ പറയുന്നതല്ല, ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ ജാതി ഏതിൻ്റെ ഉൽപ്പന്നമാണെന്ന് ചോദിച്ചാൽ അത് നാടുവാഴിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് നമ്മുടെ സമൂഹം വിലയിരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ സംബന്ധിച്ച് വർഗസമരത്തിൻ്റെ പ്രശ്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ക്രൂഷ്ചേവിൻ്റെ കാലത്ത് ഉയർന്നു വന്ന വർഗ സഹകരണ സിദ്ധാന്തവുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗ സഹകരണ പാതയിൽ പോകുമ്പോഴാണ് CPIM ഉണ്ടാകുന്നത്. ആ പിളർപ്പിനെ കുറിച്ചാണ് പന്ന്യൻ സഖാവ് സൂചിപ്പിച്ചത്. അനിവാര്യമായിരുന്നു ആ പിളർപ്പ് ഉണ്ടായി. പിന്നീട് അവരും അതേ പാതയിൽ പോയപ്പോഴാണ് നക്സൽബാരി ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രശ്നത്തെ വർഗസമരത്തിൻ്റെ പ്രശ്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ചൈനയെ നോക്കൂ. ലോകത്തിൻ്റെ ഒരു യുവത്വം എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വന്നൊരു രാഷ്ട്രമാണ് ചൈന. മാവോയിസത്തെ ആണ് അവർ അടിസ്ഥാനപരമായി പിടിച്ചത്. അവർ ആ ചൈനയെ വികസിപ്പിക്കാൻ വേണ്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. താങ്കൾ ചുരുക്കി പറയൂ പ്ലീസ്. ചോദ്യത്തിലേക്ക് വരാം. അത് പ്രധാനപ്പെട്ട മാർക്സിസത്തിൻ്റെ വഴിയുടെ പ്രശ്നം ആയതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. ചുരുക്കാം. അപ്പോൾ ഏഷ്യയുടെ ഒരു രോഗിയായിരുന്ന ചൈന ഇന്ന് മുതലാളിത്തമാണെങ്കിലും ഈ അതിർത്തിക്ക് അപ്പുറത്ത് നോക്കിയാൽ ഇന്ത്യ ആ അതിർത്തിയിൽ നിന്ന്, ഹിമാലയൻ അതിർത്തിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് മാർക്സിസത്തിൻ്റെ ഒരു വളർച്ച, ലെനിനിസത്തിലൂടെ മാവോയിസത്തിലൂടെ വന്നൊരു വളർച്ചയുടെ വികാസം നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഒരു യുവത്വമാണ് മാവോയിസം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ മാർക്സിസത്തിലേക്കുള്ള വഴിയിൽ ഏറ്റവും പുതിയ ധാരയെ അഡ്രസ്സ് ചെയ്യാതെ, അതിനെ ഉൾച്ചേർക്കാതെ, ആ കാര്യങ്ങളെ കൂടി ചർച്ചകളിൽ സമ്പുഷ്ടമാക്കാതെ എങ്ങനെയാണ് മാർക്സിസത്തിൻ്റെ വഴിയെപ്പറ്റിയുള്ള ചർച്ച പൂർണ്ണമാകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശകലനത്തിൽ എന്താണ് പന്ന്യൻ സഖാവിനും നിങ്ങൾക്കും പറയാനുള്ളത്? സെമി ഫ്യൂഡൽ, സെമി കൊളോണിയൽ ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇനി 3 മിനിറ്റേ അവശേഷിക്കുന്നുള്ളൂ. ഇനി വളരെ ഹ്രസ്വമായിട്ട് അദ്ദേഹം മറുപടി പറയും. 3 മിനിറ്റേ സമയം അവസാനിക്കുന്നുള്ളൂ. സമയം അതിക്രമിച്ച് അധ്യക്ഷൻ്റെ ചൂണ്ടുപേരലുണ്ട്. അദ്ദേഹം പറഞ്ഞ വിശദമായ കാര്യം പറഞ്ഞു. പക്ഷെ ഒരു കാര്യമാണ്, 1980-ലാണ് ലോകത്തിലെ 81 പാർട്ടികൾ മോസ്കോയിൽ സമ്മേളിച്ചത്. ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്താണ് സഖാവ് EMS ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സമ്മേളനം ഒരു കാര്യം തീരുമാനിച്ചിരുന്നു: ലോകത്തിലെ ഏത് ഭാഗത്തും അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആ രാജ്യത്തിൻ്റെ സാഹചര്യമനുസരിച്ച് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണം സംവിധാനം ഉണ്ടാക്കാം എന്ന തീരുമാനം. ആ തീരുമാനം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. അതനുസരിച്ച് നേരത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പലതും തീരുമാനിക്കുന്നത് മാറി അതാത് രാജ്യങ്ങളിലായി. പിന്നെ ഇന്ത്യയെക്കുറിച്ച് ഒരു വിവക്ഷ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതിൽ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. സിഖുകാരുണ്ടായിരുന്നു, ബംഗാളി ഉണ്ടായിരുന്നു, സകല വിഭാഗക്കാരും ചേർന്ന വൈവിധ്യമുള്ളൊരു രാജ്യമായിരുന്നു ഇന്ത്യ. ആ രാജ്യമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന രാജ്യം. നമ്മുടെ ദേശീയ പ്രസ്ഥാനം അതിനുവേണ്ടി ശക്തമായി പോരാടിയതാണ്. ഇന്ത്യയുടെ ആകെ മോചനമാണ്. അന്ന് ബ്രിട്ടീഷുകാരനൊരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ പലയിടത്തും ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഏറ്റുമുട്ടി. കാരണം ഹിന്ദു മഹാസഭ പറഞ്ഞു ഹിന്ദു രാജ്യമാണ് വേണ്ടത്, മുസ്ലിം ലീഗ് പറഞ്ഞു മുസ്ലിം രാജ്യമാണ്. അതാ ജിന്ന എന്ന് പറയാൻ കാരണം ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടി ഇത് പറഞ്ഞപ്പോൾ. ഈ തർക്കം വന്നപ്പം
അന്ന് നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്ന് നമ്മളെ ദേശീയ പ്രസ്ഥാനവും പൊതുവിൽ ആലോചിക്കുമ്പം അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യോജിച്ച് പല പ്രവർത്തനവും നടത്തിയത്. ഖിലാഫത്ത് പ്രസ്ഥാനം അല്ല, സമയമല്ലോ വരും പറയട്ടപ്പോൾ ഒന്ന് അധ്യക്ഷൻ്റെ നിയന്ത്രണം ഞാൻ നോക്കുന്നത്, പക്ഷെ പറയാം അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ഒരുപാട് കടമ കടന്നാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കടമ്പയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഫ്യൂഡലാണോ സെമി ഫ്യൂഡലാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യമാണ്, മാർക്സ് പറഞ്ഞ വൈവിധ്യം ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ കാണാം. ഒന്ന്, സോഷ്യലിസം എന്ന മനുഷ്യന് സുഖമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കാനുള്ള ഏർപ്പാട്, അതിനേത് വഴിയെന്ന് ഇന്ത്യയിലെ നമ്മളാണ് പ്രധാനമായി കമ്മ്യൂണിസ്റ്റുകാരെ മുമ്പിൽ പ്രധാനമായിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അങ്ങനെ ഒരു ആദർശവുമായി മുമ്പോട്ട് വന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതല്ല വേണ്ടത്. ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഇന്ത്യയിൽ മാനമായ എല്ലാവർക്കും ജീവിക്കാനുള്ള സംവിധാനമാണ് വേണ്ടത്, മതനിരപേക്ഷ ഇന്ത്യ. ആ ഇന്ത്യയിൽ ജനാധിപത്യം പുലരണം. അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഈ മാർക്സത്തിലേക്കുള്ള വഴിയിലെ ഒരു പ്രധാനപ്പെട്ട കടമ്പ നമ്മളെ മുമ്പിൽ നിൽക്കുന്നു. ഇത് കടന്ന് നമ്മൾ അങ്ങോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ. ദീർഘമായി പറയേണ്ടതാണ്. അധ്യക്ഷൻ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നേർക്കുണ്ട്, ആ കണ്ണ് ഞാൻ കാണുന്നു. ഒന്ന് ഉറപ്പാ, നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു ദീർഘമായ ചർച്ചയാകും സുഹൃത്തെ. ഇനിയും ചർച്ച ചെയ്യാലോ. മാർക്സം എന്ന് പറയുന്നതിലേക്ക് ഇന്ത്യ പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മൾ ആ യാത്രയിലാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം നീക്കി പോകണം. കാരണം അപ്പുറത്ത് ഇന്ത്യൻ ബൂർഷാസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പഠിച്ച എല്ലാം ചേർന്ന ബൂർഷാസിയാണ്. മാത്രമല്ല ആ ബൂർഷാസി മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്താൻ വിദഗ്ധരായ ബൂർഷാസിയാണെന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത് എന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നമുക്ക് നിർത്താം, ഇനിയും ചർച്ച ചെയ്യാം. ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.